Good morning, everyone. Welcome to Skill Sprint 2025, our flagship training series dedicated to learning, growth, and empowerment. Over the past sessions, we have explored crucial skills that help us excel in both personal and professional life. Today, we are privileged to have with us a remarkable speaker who embodies the very essence of reinvention and career transformation. It is my honor to introduce JC Jobin Kuriakose, a dynamic trainer, mentor, and internationally certified career counselor. With extensive experience in career coaching, leadership development, and business strategy, he has empowered thousands of students, professionals, and educators to navigate career transition with confidence. As the director of Kude Coach and an executive member of the Career Counselors Club, Jobin has played a pivotal role in shaping career counseling practices across industries. His best-selling book, Beyond Dreams, a practical guide to career success, has guided countless individuals toward making informed career choices. Today, he will take us on a journey through Career 2.0, helping us understand how to adapt, upskill, and stay ahead in the ever-changing professional landscape. So without further ado, let's welcome our esteemed speaker, JC Jobin Kuriakose. Over to you, sir. Thank you, Chairman. Most respected Chairman, my dear members of ACI Tripprayer and my dear friends, warm good morning to all. ആദ്യം തന്നെ JCI Tripprayer ഇങ്ങനെ ഒരു അവസരം തന്നതിനുള്ള സ്നേഹവും നന്ദിയുമായി തന്നെ അർപ്പിക്കട്ടെ. പ്രത്യേകിച്ച് സ്ക്രീനിൽ ഒരുപാട് പരിചിത മുഖങ്ങൾ കാണുന്നുണ്ട്. എല്ലാവരെയും പ്രത്യേകിച്ച് അഭിസംബോധന ചെയ്യുന്നു. നമുക്ക് നേരെ സെഷനിലേക്ക് തന്നെ കിടക്കാം. സ്ക്രീനിൽ മനോഹരമായി എഴുതിയിട്ടുള്ള ഒരു വാക്കാണ് ലൈഫ് ആഫ്റ്റർ സ്കൂൾ. വളരെ സിമ്പിളായിട്ട് നമ്മൾ എല്ലാവരും ചിന്തിക്കുകയും എന്നാൽ ഒരുപാട് ചിന്തകൾ ആവശ്യവുമുള്ള ഒരു കാര്യമാണ് ലൈഫ് ആഫ്റ്റർ സ്കൂൾ. കാരണം എല്ലാവരും ഇന്ന് സ്കൂളിൽ പോകുന്നു. പ്രത്യേകിച്ചൊരു 2000 അല്ലെങ്കിൽ അതിന് മുമ്പുള്ള കാലഘട്ടത്തിൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു 10th സ്റ്റാൻഡേർഡ് വരുന്നവരെ എല്ലാവരും പഠിക്കുന്നു. 10th എത്തുമ്പോൾ ഒരു സ്കോർ എന്ന് പറഞ്ഞാൽ അന്നത്തേക്ക് ഒരു പാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50% ആണ് ഒരു 10th ഓവറോൾ പാസ് പെർസെൻറ്റേജ്. ബട്ട് നൗഡേയ്സ് ഇന്നത്തെ 10th റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ രസകരമായി പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ രാഷ്ട്രീയം പറയല്ല, ആരും രാഷ്ട്രീയമായിട്ട് കണക്കാക്കരുത്. 10th റിസൾട്ട് വരുമ്പോൾ ഹാർപിക്കിന്റെ ഉള്ളിൽ കിടന്ന് പിടയ്ക്കുന്നു എന്നാ പറയും. കാരണം ഹാർപിക്കിന്റെ റിസൾട്ട് നമുക്കറിയാം 99.9 എന്നുള്ളതാണ്. ഇപ്പൊ 10th റിസൾട്ട് അതിനെ ബീറ്റ് ചെയ്യോ എന്നുള്ളൊരു ടെൻഷനിലാണ് ഹാർപിക്ക് നിൽക്കുന്നത് എന്നാണ് ഉള്ളതാണ് പൊതുവെ നമ്മൾ ഇപ്പോഴത്തെ 10th റിസൾട്ട് നോക്കുമ്പോൾ കാണുന്ന രസകരമായിട്ടുള്ള ഒരു കാര്യം. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇന്ന് പോകുന്നത്. കാരണം ഇന്ന് 10th എഴുതുന്ന ഇപ്പോൾ ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ അന്നത്തെ ടോട്ടൽ പാസ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ 10th ടോട്ടൽ പാസ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 10th സ്റ്റാൻഡേർഡിന്റെ ഓവറോൾ കേരളത്തിലെ പാസ് പെർസെൻറ്റേജ് 56.5 ആയിരുന്നു. കറന്റ് സിനാരിയോയിൽ 99.9 പറയുമ്പോൾ എൻ്റെ കൂടെ 10th പഠിച്ചതിൽ 50% സ്റ്റുഡൻസ് സ്പോട്ടിൽ എനിക്ക് കോമ്പറ്റീറ്റർ അല്ലാതെ മാറി എന്നുള്ളൊരു കാര്യം. +2 ലെവലിലേക്ക് എത്തുമ്പോൾ എഗെയിൻ അവിടെ നിന്ന് വീണ്ടും ഒരു ഹെവി ഡ്രോപ്പ് വരുന്നു. എഗെയിൻ എൻ്റെ കൂടെ 10th പഠിച്ചവർ ഒരു കോമ്പറ്റീറ്റീവ് ലെവലിൽ എൻ്റെ കൂടെ വരുന്നവരെന്ന് പറഞ്ഞാൽ പിന്നെ ഒരു 20% ആൾക്കാർ +2 മുകളിലേക്ക് വരുന്നു. ഇനി അത് ഗ്രാജുവേഷൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ലെവലിലേക്കൊക്കെ പോകുമ്പോൾ എഗെയിൻ അത് ഹെവി ഡ്രോപ്പ് വന്നുകൊണ്ട് എൻ്റെ കൂടെ 10th പഠിച്ചതിൻ്റെ ഒരു 2 to 5% സ്റ്റുഡൻസ് ആണ് എനിക്കൊരു കോമ്പറ്റീറ്റീവ് ലെവലിലേക്ക് വരുന്നത്. ബട്ട് കറന്റ് സിനാരിയോ എന്ന് പറയുന്നത് 99.9% പാസ് പെർസെൻറ്റേജ് ഉള്ള ഒരു സ്ഥലത്ത് നമ്മുടെ കൂടെ 10th പഠിക്കുന്ന എല്ലാവരും നമ്മുടെ കോമ്പറ്റീറ്റർ ആയിട്ട് +2 ഉണ്ടാവുന്നു. +2 ഏകദേശം അതേ ലെവലിൽ തന്നെയാണ്. എഗെയിൻ ഡിഗ്രി ഗ്രാജുവേഷൻ ലെവലിലേക്കും PG ലെവലിലേക്കും ഒക്കെ പോകുമ്പോൾ നമ്മുടെ കൂടെ 10th പഠിച്ച എല്ലാവരും നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് ത്രൂ ഔട്ട് ലൈഫാണ്. ഇത് നമ്മുടെ ബാച്ച് മാത്രം, ഇതിന് മുമ്പിലത്തെയും പിന്നിലത്തെയും ഒക്കെ ബാച്ചുള്ള സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ലൈഫ് ആഫ്റ്റർ സ്കൂൾ എന്നുള്ള ഒരു ടേമിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത്. എനിക്കൊരു ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. ആകെ സിത്തേഷിന്റെ ഫേസ് മാത്രമേ എനിക്ക് കാണുന്നുള്ളൂ. ആർക്കെങ്കിലും ഒക്കെ വീഡിയോ ഓൺ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ എനിക്കൊരു സുഖം ഉണ്ടാവും, ഒരു സമാധാനം ഉണ്ടാവും. ആർക്കെങ്കിലും ഓൺ ചെയ്യാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ഒന്ന് ഓൺ ചെയ്ത് തന്നാൽ നന്നായിരുന്നു. നമ്മൾ ഈ സെഷൻ കുറച്ച് ഇന്ററാക്റ്റീവ് ആയിട്ടാണ് പോകുന്നത്. വാട്ട്സ് ലൈഫ് ആഫ്റ്റർ സ്കൂൾ? എന്തായിരിക്കും സ്കൂളിന് ശേഷമുള്ള ലൈഫ്? എങ്ങനെയായിരിക്കണം? എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ ആർക്കെങ്കിലും? ടോട്ടൽ കൺഫ്യൂഷൻ. ബിക്കോസ് കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് ലിമിറ്റഡ് ഓപ്ഷൻസ് ആയിരുന്നു. ഇപ്പൊ പിള്ളേർക്കും പേരൻസിനും ഒക്കെ കണ്ടമാനം ഓപ്ഷൻസ് ആൻഡ് ദേ ആർ ടോട്ടലി കൺഫ്യൂസ്ഡ്.
Yes, what Nirmala ma'am said is exactly right. Everybody is totally confused how to choose a course. It's very difficult to take a course because nowadays more than 1,500 universities are in India. 3 universities in India, how to choose a university is a little bit confused. ഇനി ഓരോ യൂണിവേഴ്സിറ്റിയിലും n number of courses are there in that universities. സോ അവിടെ ഒരു കോഴ്സ് എടുക്കണമെങ്കിൽ അഗെയിൻ വീണ്ടും കൺഫ്യൂഷൻ ആണ്. ഈ രീതിയിലാണ് നമ്മൾ സ്കൂളിന് ശേഷമുള്ള ലൈഫിലേക്ക് പോകുന്നത്. ഇത് എങ്ങനെ എടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. നമ്മുടെ എല്ലാവരുടെയും പരിചയത്തിൽ ഒരുപാട് പേര് ജോബിലുണ്ടാവും. ലോട്ട് ഓഫ് പീപ്പിൾസ് ആർ വർക്കിംഗ് ഓർ ഇൻ ടു ബിസിനസ്. നമ്മുടെ എല്ലാവരുടെയും പരിചയത്തിലുണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അപ്രോക്സിമേറ്റ് ഒരു 100 അല്ലെങ്കിൽ ഒരു 200 പേഴ്സൺസ് നമ്മുടെ പരിചയത്തിലുണ്ടെന്ന് വിചാരിക്കാം. ഒരു ഒന്നുമില്ല ജോബില് അല്ലെങ്കിൽ ഈവൻ സ്മോൾ ബിസിനസ്സുകാരെയും നമുക്ക് ഒരു കാരണവശാലും അവരൊരു ഓൺട്രപ്രണർ ലെവലിലേക്ക് ചിന്തിക്കാൻ കഴിയില്ല. സാധാരണ ബിസിനസ്സുകാരനൊക്കെ നമ്മൾ നോർമലി പറയുക ഇൻവെസ്റ്റഡ് എംപ്ലോയീസ് ആണ്. അവർ തന്നെ ഇൻവെസ്റ്റ് ചെയ്യുന്നു, അവർ തന്നെ പണിയെടുക്കുന്നു, അവർ തന്നെ ശമ്പളം എടുക്കുന്നു. ഇതാണ് ജനറലി ബിസിനസ്സിൽ പോലും കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിലും അതുപോലെ തന്നെ നമ്മുടെ ജോബിലും നിൽക്കുന്നവരിൽ ഒരു എത്ര പെർസെൻറ്റേജ് ആൾക്കാർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും? പെർസെൻറ്റേജ് വൈസ് പറഞ്ഞാൽ നമ്മുടെ പരിചയത്തിലുള്ള ആൾക്കാരിൽ ഒരു അപ്രോക്സിമേറ്റ് പെർസെൻറ്റേജ് എത്ര പേര് സാറ്റിസ്ഫൈഡ് ആയിട്ട് ജോബ് ചെയ്യുന്നുണ്ട്? ലെസ് ദാൻ 10%. ലെസ് ദാൻ 10%. ഗുഡ് ആൻസർ. വേറെ എന്തെങ്കിലും ആൻസർ ഉണ്ടോ? 25% ഓക്കെ. ലിങ്ക്ഡിൻ സർവേ പറയുന്നത്, ലിങ്ക്ഡിൻ സർവേയിലെ ഒരു റിപ്പോർട്ട് പറയുന്നത് ഓൺലി 85% ഓഫ് ദ ജോബിൽ നിൽക്കുന്ന അല്ലെങ്കിൽ എംപ്ലോയീസ് ആർ നോട്ട് സാറ്റിസ്ഫൈഡ് എന്നുള്ളതാണ്. ആകെ 15% ആൾക്കാർ മാത്രമാണ് സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളത്. 85% അൺഹാപ്പിയാണ്, 15% മാത്രമാണ് ഹാപ്പി. വൈ? Do you have any reason? Maybe they are working in the area that they have chosen and they are comfortable in. Yeah, ഒരു റീസൺ ആണ്. അവർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഏരിയയിലല്ല എന്നുള്ള ഒരു റീസൺ ആണ്. ദെൻ വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാത്തതുണ്ടാവും. വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലായ്മ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. ദെൻ കരിയർ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റീസ് സ്റ്റാഗ്നന്റ് ആയിരിക്കും. ഓപ്പർച്യൂണിറ്റീസ് സ്റ്റാഗ്നന്റ് ആയിരിക്കാം. ഓക്കെ, ഗുഡ്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് റീസൺ എന്നുള്ളത്. അതിനു മുമ്പ് എനിക്ക് ഒരു ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാവരുടെ കയ്യിലും പേപ്പറും പെന്നും ഉണ്ടോ? ലെഫ്റ്റ് ഹാൻഡേഴ്സ് ആരെങ്കിലും ഉണ്ടോ? ലെഫ്റ്റ് ഹാൻഡേഴ്സ്, ദോസ് ഹു ആർ യൂസിങ് ലെഫ്റ്റ് ഹാൻഡ്. പെൻ റൈറ്റ് ഹാൻഡ് എടുക്കുക. റൈറ്റ് ഹാൻഡിൽ പിടിക്കാവോ? യൂസ് യുവർ പെൻ ഇൻ റൈറ്റ് ഹാൻഡ് ആൻഡ് പുട്ട് യുവർ സിഗ്നേച്ചർ ഇൻ യുവർ പേപ്പർ. പേപ്പറിൽ ഒരു സൈൻ, വലത് കൈ ഉപയോഗിച്ച് പേപ്പറിൽ ഒന്ന് സൈൻ ചെയ്യാം. ഓക്കെ, ചേഞ്ച് ദാറ്റ് പെൻ ടു ലെഫ്റ്റ് ഹാൻഡ്. ഒന്ന് സൈൻ ചെയ്യാമോ? ഓക്കെ, എക്സാക്ട്ലി സെയിം സൈൻ ആയിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? 2 സൈനും സെയിം ആയിട്ടുള്ളവർ ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുന്നുണ്ടോ? വലത് കൈ കൊണ്ട് നമ്മൾ എത്ര വർഷമായിട്ടുണ്ടാവും നമ്മൾ സൈൻ ചെയ്യാൻ തുടങ്ങിയിട്ട്? അപ്രോക്സിമേറ്റ് മോർ ദാൻ 10 years, 20 years, so many years. ഓക്കെ, നമ്മുടെ സൈൻ, നമ്മുടെ കൈ, നമ്മളെ ബ്രെയിൻ തരുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന സൈൻ റൈറ്റ് ഹാൻഡ് ചെയ്യാൻ പറ്റുന്നത് ലെഫ്റ്റ് ഹാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. റൈറ്റ് ഹാൻഡ് ചെയ്യാൻ പറ്റുന്ന സൈൻ നമ്മുടെ വേറെ ആരും നമുക്ക് ചെയ്തു തരുന്നതല്ല. നമ്മുടെ സിഗ്നേച്ചർ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ സിഗ്നേച്ചർ ആണ്. പക്ഷെ റൈറ്റ് ഹാൻഡ് ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ സ്വന്തം സിഗ്നേച്ചർ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ മറ്റൊരാൾ ചെയ്യുന്ന ജോബ് എങ്ങനെ നമുക്ക് ചെയ്യാൻ സാധിക്കും? ഇവിടെ നമുക്ക് പറ്റുന്ന മെയിൻ പ്രശ്നം എന്താണ്? എന്തുകൊണ്ട് അൺസാറ്റിസ്ഫൈഡ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റൈറ്റ് കരിയർ ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മേജർ റീസൺ. നമ്മൾ ചൂസ് ചെയ്യുന്ന കരിയർ എന്ന് പറയുന്നത് ഇന്ന് 90% ആൾക്കാരും കരിയർ ചൂസ് ചെയ്യുന്നത്, ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ചിലപ്പോൾ നാട്ടിൻപുറത്തുള്ള ആൾക്കാരാണെങ്കിൽ അറിയാം, ഒരു നല്ല പോസ്റ്റിൽ ഒരാൾ ജോബിൽ കയറി കഴിഞ്ഞാൽ ഏതൊക്കെ കുട്ടികൾ ആ ഭാഗത്ത് 10th പഠിക്കുന്നുണ്ടോ അവരുടെ മാതാപിതാക്കളൊക്കെ ഇവരെ കാണാൻ വരും. മോൻ ഏത് കോഴ്സ് എടുത്തേ? ആ കോഴ്സ് എടുത്താൽ എൻ്റെ കൊച്ചിന് നല്ല ജോലി കിട്ടുമല്ലോ. ഇത് നമ്മുടെ നാട്ടിലുള്ളൊരു ട്രെൻഡാണ്. ഏത് കോഴ്സ് എടുക്കുന്നു അല്ലെങ്കിൽ അവർ ഏത് കോഴ്സ് എടുത്ത് പഠിച്ചു അവർക്ക് എൻ്റെ സ്ഥലത്ത് ജോലി കിട്ടി, എന്നാൽ പിന്നെ എനിക്കും ആ കോഴ്സ് എടുത്ത് പഠിച്ചാൽ എനിക്കും ആ ജോലി കിട്ടും, എൻ്റെ മോനും ആ കോഴ്സ് എടുത്ത് പഠിച്ചാൽ ആ ജോലി കിട്ടും. ഈ ഒരു ചിന്താഗതിയിലാണ് പൊതുവെ നമ്മുടെ ഇവിടെ എല്ലാവരും കോഴ്സ് എടുക്കുന്നത്. ഇതിനപ്പുറം വേറൊരു രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ 10th റിസൾട്ട് വരുമ്പോൾ കാണുന്ന ഒരു രസകരമായിട്ടുള്ള ഒരു കാര്യമുണ്ട്. 10th റിസൾട്ട് വരുമ്പോൾ വീട്ടിൽ മീൻ വിൽക്കാൻ വരുന്ന മീൻകാരി ചേച്ചി തൊട്ട്, ഗൾഫിലുള്ള അമ്മാവൻ തൊട്ട്, US അമ്മായി തൊട്ട്, അയൽവക്കത്തെ ചേട്ടൻ തൊട്ട് എല്ലാവരും കരിയർ കൗൺസിലേഴ്സ് ആയിരിക്കും. ഒരു റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ആര് വന്നാലും അമ്മയ്ക്കും അച്ഛനും നാട്ടിലുള്ള കോഴ്സുകളെ കുറിച്ച് അന്വേഷിച്ചില്ലെങ്കിൽ സമാധാനാവില്ല.
അപ്പോൾ ഈ ലോകത്തുള്ള എല്ലാ കോഴ്സുകളെ കുറിച്ച് അന്വേഷിക്കുക എന്നുള്ളത് ആ ഒരു ട്രെൻഡാണ്. അത് പിന്നെ അവരുടെ ആദ്യമാണ്, അപ്പനും അമ്മയാവുമ്പോൾ ആദ്യം ഉണ്ടാവും, അതൊക്കെ ചോദിക്കാന്നുള്ളത് ശരി. പക്ഷെ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും ഇവർ എടുക്കുന്ന ഒരു ഡിസിഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ജോലി കിട്ടിയാൽ ഇപ്പൊ നല്ല പോസ്റ്റ് വർക്ക് ചെയ്യുന്ന ആരുടെയെങ്കിലും അവർ പഠിച്ച കോഴ്സ് എന്താണോ ആ കോഴ്സ് നമ്മുടെ കൊച്ചിന് കൊടുക്കാം എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ഇവർ കോഴ്സ് ചൂസ് ചെയ്യുന്നത്. 2024 നീറ്റിന്റെ അപ്ലിക്കേഷൻ അപ്ലിക്കേഷൻ ലിസ്റ്റ് എന്ന് കൗണ്ട് എന്ന് പറയുന്നത് 24 lakhs ആണ്. 24 lakhs സ്റ്റുഡൻസ് ആണ് കഴിഞ്ഞ വർഷം നീറ്റ് അപ്പിയർ ചെയ്തത്. എത്ര സീറ്റിലേക്കാണെന്നറിയോ? 24 lakhs സ്റ്റുഡൻസ് നീറ്റ് എഴുതിയത് എത്ര സീറ്റിലേക്കാണെന്നറിയോ? വെറും 90,000 സീറ്റിലേക്ക്. അതായത് 100 പേർ എൻട്രൻസിന് അപ്പിയർ ചെയ്യുമ്പോൾ 4 പേർക്ക് സീറ്റ് കിട്ടുന്നുള്ളൂ, ബാക്കി 96 പേർക്കും സീറ്റ് കിട്ടുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ഒരു എൻട്രൻസ് എഴുതുന്നത്. ഇതേ സാഹചര്യത്തിൽ ഒരു സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 10th റിസൾട്ട് വരുമ്പോൾ എല്ലാ പാരന്റ്സിന്റെ ഉള്ളിൽ വരുന്നൊരു ഫീൽ എന്ന് പറയുന്നത്, ഇപ്പൊ 10th റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഒരു സ്കൂൾ എടുത്താൽ 30-40 സ്റ്റുഡൻസിന് ഫുൾ A+ ആണ്. ഫുൾ A+ കിട്ടിക്കഴിയുമ്പോൾ പാരന്റ് ഒരു ചിന്താഗതി എന്ന് പറയുന്നത് എന്റെ മോൻ സ്കൂളിൽ ഏറ്റവും ഹൈ മാർക്കുള്ള കുട്ടിയാണ്, എന്റെ മോന്റെ ഒപ്പം എത്ര പേരുണ്ട് എന്നുള്ളത് പാരന്റ്സ് ഒരു കാരണവശാലും പൊതുവേ നമ്മൾ ചിന്തിക്കാറില്ല. പക്ഷെ എന്റെ മോൻ ഫുൾ A+ ഉള്ള കുട്ടി തന്നെയാണ്, അപ്പോൾ അവന് ഒരു നീറ്റിന്റെ ആ ലെവലിലേക്ക് പോകാൻ കഴിയും. അപ്പോൾ എഗെയിൻ ലിങ്ക്ഡിന്റെ സർവേ പറയുന്നത് ഇന്ത്യയിൽ പൊതുവെ 95% പാരന്റ്സിനും 5 ജോബിനെ കുറിച്ച് മാത്രമേ അറിയുള്ളൂ എന്നുള്ളതാണ്. 1 ഡോക്ടർ, 2 എഞ്ചിനീയർ, 3 അക്കൗണ്ടിങ്, 4 ടീച്ചിങ്, 5 ബിസിനസ്. ഈ 5 ജോബിനെ കുറിച്ച് മാത്രമേ ഇന്ത്യയിലെ 95% പാരന്റ്സും ചിന്തിക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിന്റെ റിലവൻസ് വരുന്നത്. ഹൗ ടു ചൂസ് റൈറ്റ് കരിയർ. എങ്ങനെ നമ്മൾ നമ്മുടെ റൈറ്റ് കരിയർ ചൂസ് ചെയ്യാൻ പറ്റും? യു ഹാവ് എനി ഐഡിയ? Go to a counselor, career counselor. യെസ്. നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ്, നമ്മുടെ സ്കിൽസ്, അങ്ങനെ പല ഫാക്ടേഴ്സ്, പാരമീറ്റേഴ്സ് ചെക്ക് ചെയ്തിട്ട് ഓവറോൾ ഓപ്ഷൻസ് കിട്ടാം. യെസ്, വെരി ഗുഡ്. മാം പറഞ്ഞത് വളരെ വാലിഡ് ആയിട്ട് ഒരു പോയിന്റ് ആണ്. നമ്മൾ നമ്മുടെ സ്കിൽസും നമ്മുടെ ഇൻട്രസ്റ്റും നമ്മുടെ പേഴ്സണാലിറ്റിയും നമ്മുടെ ആപ്റ്റിറ്റ്യൂഡും ഈ 4 ഫാക്ടേഴ്സ് ആണ് ശരിക്കും നമ്മൾ അന്വേഷിക്കേണ്ടത്. ഒരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ അന്വേഷിക്കുന്നത്, നമ്മൾ അറിയേണ്ടുന്നത് ഈ 4 ഫാക്ടേഴ്സ് ആണ്. അത് എങ്ങനെ അറിയാമെന്നുള്ളതിന് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഇത് ചെയ്യുമ്പോൾ മെയിൻലി നമ്മൾ നോർമലി കണ്ടുകൊണ്ടിരുന്നത് ഒരു റെഡിമെയ്ഡ് കരിയർ പാറ്റേണിലാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. റെഡിമെയ്ഡ് കരിയർ പാറ്റേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മൾ എന്തായിരുന്നോ, അല്ലെങ്കിൽ പണ്ടിന്റെ ഒരു സിസ്റ്റം എന്ന് പറയല്ലേ, ഇപ്പൊ നിലവിൽ പോയിക്കൊണ്ട സിസ്റ്റം 10th കഴിഞ്ഞു +2 ഏറ്റവും നല്ല കോഴ്സ് എടുക്കണം, ഏറ്റവും നല്ല സ്ട്രീം എടുക്കണം. ഏറ്റവും ഇപ്പോഴത്തെ ഒരു രീതി എന്ന് പറയുന്നത് +2 10th ഫുൾ A+ കിട്ടിയാൽ നിർബന്ധമായിട്ടും സയൻസ് എടുത്തേ പറ്റൂ, ഇല്ലെങ്കിൽ എന്തോ വലിയ അപരാധം ചെയ്തു എന്ന് പറയുന്ന പോലെ. ഇന്നലെ എന്റെ മുമ്പിൽ വന്ന ഒരു കൗൺസിലിംഗ് സെഷനിൽ വന്ന കുട്ടി പറയുന്നത്, എനിക്ക് ഫിസിക്സ് ഇഷ്ടമേ അല്ല, പക്ഷെ പഠിക്കാനുള്ള ഒരു സ്കില്ലുള്ളതുകൊണ്ട് എനിക്ക് ലേണിംഗ് സ്കില്ലുള്ളതുകൊണ്ട് എനിക്ക് ഫിസിക്സിൽ മാർക്ക് കിട്ടി എന്നുള്ളത് ഓക്കെയാണ്, പക്ഷെ സയൻസ് എടുക്കാതെ എന്നെ സമ്മതിക്കുന്നില്ല, എന്നെ കൊണ്ട് പറ്റുന്നില്ല, എനിക്ക് വേറെ ഏതെങ്കിലും കോഴ്സിലേക്ക് മാറണം എന്നുള്ള ഒരു ഇന്നലെ എന്നോട് ആ കുട്ടി പറഞ്ഞ കേസ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നിവിടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ 10th റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വീട്ടിലെ അപ്പനും അമ്മേനേക്കാൾ ബുദ്ധിമുട്ട് നമ്മുടെ അയൽവക്കത്തുള്ളവർക്കും അമ്മാവനും അമ്മായിക്കും വീട്ടിൽ കയറി വരുന്നവർക്കൊക്കെയാണ്. ഫുൾ A+ കിട്ടിയിട്ട് സയൻസ് എടുക്കാതെ ഹ്യൂമാനിറ്റീസ് ആണ് എടുക്കാൻ പോകുന്നത്. ആദ്യത്തെ ചോദ്യം ഇതാണ്. നമ്മൾ ഇൻ കേസ് ഹ്യൂമാനിറ്റീസ് എങ്ങാനും എടുത്തു എന്നറിഞ്ഞാൽ ഗൾഫിലുള്ള അമ്മാവൻ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് ഇവിടെ വന്ന് നമ്മളെ സയൻസിലേക്ക് കൊണ്ടിരുത്തി തിരിച്ചു പോയാലേ അവർക്ക് സമാധാനമാവുള്ളൂ. അത് കഴിഞ്ഞ് സയൻസിൽ ഒരു 2 വർഷം പഠിച്ച് ഇവർക്ക് ഒന്നും പറ്റാത്ത അവസ്ഥയിൽ അവസാന നിമിഷമാകുമ്പോൾ വീണ്ടും ഈ കുട്ടികളെ തന്നെ നമ്മൾ വീണ്ടും ചീത്ത പറയും, നീ 10th ക്ലാസ് വരെ ഫുൾ A+ നല്ല മാർക്ക് മേടിച്ച് പഠിച്ചതല്ലേ, ഇപ്പൊ എന്താ പഠിക്കാത്തെ? ഈ ഒരു സാഹചര്യത്തിൽ ഇതുപോലെയുള്ള റെഡിമെയ്ഡ് കരിയറിൽ നിന്ന് മാറി മാം ആദ്യം പറഞ്ഞതുപോലെ നമ്മുടെ സ്കില്ലും ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഒരു പേഴ്സണലൈസ്ഡ് കരിയർ ചൂസ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ 15% ഹാപ്പി ജോബിലുള്ള ആൾക്കാരുടെ പാർട്ടിലേക്ക് നമുക്ക് എത്താൻ കഴിയും. ഈ പേഴ്സണലൈസ്ഡ് കരിയർ എങ്ങനെയാണ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതിൽ മെയിൻ ആയിട്ട് 4 ഫാക്ടേഴ്സ് ആദ്യം പറഞ്ഞിരുന്നു. 4 ഫാക്ടേഴ്സിൽ 3 ഫാക്ടേഴ്സ്. ആപ്റ്റിറ്റ്യൂഡിന്റെ കേസിൽ ഇന്ന് നമുക്കൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഇപ്പോൾ AI ഒക്കെ വരുന്നതിന് മുമ്പായിരുന്നുവെങ്കിൽ ഞാൻ ഇന്റീരിയർ ഡിസൈനിങ് ചൂസ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്കൊരു റൂമിൽ ഇന്റീരിയർ ഡിസൈനിങ് ചെയ്യണമെങ്കിൽ എനിക്ക് എന്റെ ആപ്റ്റിറ്റ്യൂഡ് വെച്ച് അതിനെ കാൽക്കുലേറ്റ് ചെയ്ത് മാത്രമേ അവിടെ ഡിസൈൻ ചെയ്യാനുള്ള സ്കോപ്പ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇന്നത്തെ ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് പറയുന്നത്, ടെക്നോളജി അപ്ഡേറ്റഡ് ആയതുകൊണ്ട് നമുക്ക് ആ റൂമിന്റെ ലെങ്ത്തും വിഡ്ത്തും അളന്ന്
എയിൽ കൊടുത്തു കഴിഞ്ഞാൽ 100 ഡിസൈൻസ് ടെക്നോളജി നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് 100 ഡിസൈൻസ് വരും. അതിൽ ഏറ്റവും നല്ല ഡിസൈൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഫീൽഡിൽ ശോഭിക്കാനുള്ള ഒരു അവസ്ഥയുണ്ട്. അപ്പൊ നമുക്കൊരു പരിധി വരെ ആപ്റ്റിറ്റ്യൂഡിന് നമുക്കൊരു ടെക്നോളജിക്കൽ സപ്പോർട്ട് കൊണ്ട് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയും. രണ്ടാമത്തെ കാര്യം സ്കിൽസ്. സ്കിൽ എന്ന് പറയുന്ന സാധനം നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നമുക്ക് ഏതെങ്കിലും ഒരു കരിയറിലേക്ക് പോകുമ്പോൾ ഏതെങ്കിലും സ്കിൽ കുറച്ച് കുറവുണ്ടെങ്കിൽ നമുക്കതൊന്ന് ലേൺ ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ നമുക്കുണ്ട്. ദെൻ പേഴ്സണാലിറ്റി നമുക്കൊരു പരിധി വരെ നമുക്കൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഞാൻ ആദ്യം പറഞ്ഞ പോയിന്റ്, ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് നമുക്ക് ഈ കാര്യങ്ങളൊന്നും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. അത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവും. ഈ ഇൻട്രസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ പൊതുവെ നമ്മുടെ ഉള്ളിൽ വരുന്ന ഒരു ധാരണ ഇൻട്രസ്റ്റ് കാലാകാലങ്ങളിൽ മാറില്ലേ എന്നുള്ളതാണ്. ഈ ഇൻട്രസ്റ്റ് സത്യത്തിൽ 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് പേഴ്സണൽ ഇൻട്രസ്റ്റും, 2 കരിയർ ഇൻട്രസ്റ്റും. ഈ പേഴ്സണൽ ഇൻട്രസ്റ്റ് ആണ് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച് നമുക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയും, പേഴ്സണൽ ഇൻട്രസ്റ്റ്, ജനറൽ ഇൻട്രസ്റ്റ്. അത് ഓരോ സിറ്റുവേഷൻ. ഇപ്പൊ നമ്മളൊരു മൂവി കണ്ടു, ആ മൂവിയിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടർ നല്ലൊരു റോൾ പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ ആ റോള് നമുക്ക് അതുപോലെ ഒരു പോർട്ട്ഫോളിയോയിൽ നമുക്കും വർക്ക് ചെയ്താലോ എന്ന് തോന്നുന്ന ഒരു സാഹചര്യത്തെയാണ് നമ്മൾ ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ കസിൻസോ നമ്മുടെ ഫ്രണ്ട്സോ ആരെങ്കിലും നല്ലൊരു പോർട്ട്ഫോളിയോ വർക്ക് ചെയ്യുന്നു, അവരുടെ ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ നമുക്കും ആ ലൈഫ് സ്റ്റൈൽ ഒന്ന് കണ്ടിന്യൂ ചെയ്താൽ കൊള്ളാമല്ലോ, അല്ലെങ്കിൽ ആ ലൈഫ് സ്റ്റൈലിൽ ആ കരിയർ എടുത്തു കഴിഞ്ഞാൽ നമുക്കും ആ ലൈഫ് സ്റ്റൈൽ ആ ലൈഫ് സ്റ്റൈലിൽ പോകാമല്ലോ എന്ന് തോന്നുന്ന ഒരു രീതിയാണ് പൊതുവെ നമ്മൾ ജനറൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പൊ 2020-21 കാലഘട്ടത്തിൽ ഫോറൻസിക് എന്നുള്ള മൂവി ഇറങ്ങി. ഈ ഫോറൻസിക് എന്നുള്ള മൂവി ഇറങ്ങിയതിന് ശേഷം ഇറങ്ങി പലരും ആ മൂവി കണ്ടു വന്നു കഴിയുമ്പോൾ ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, സർ ഫോറൻസിക് സയൻസ് എടുത്താൽ എങ്ങനെ ഉണ്ടാവും? ഫോറൻസിക് സയന്റിസ്റ്റ് ആയാൽ കൊള്ളാലോ, പേര് കേൾക്കുമ്പോൾ നല്ല രസമാണ്, റെപ്യൂട്ടേഷൻ ഇപ്പൊ മൂവിയിലൊക്കെ കാണുമ്പോൾ നല്ല ഹൈലി റെപ്യൂട്ടഡ് പോസ്റ്റാണ് ഫോറൻസിക് സയൻസ് എന്നുള്ളത്. ബട്ട് എന്താണ് അവരുടെ പണി? പഠിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ എന്നാലും നമുക്ക് പഠിച്ചെടുക്കാം. ഇവർ പഠിച്ചെടുത്ത് കഴിഞ്ഞിട്ട് ജോബിലേക്ക് എൻറോൾ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട്സ് ദെയർ ഡ്യൂട്ടി, അല്ലെങ്കിൽ എന്ത് വർക്കാണ് അവരോട് ചെയ്യേണ്ടത്? എന്താണ് അവരുടെ വർക്ക് എന്ന് അറിയാമോ? വർക്കിന്റെ ഒരു രീതി, അവരുടെ സ്പെസിമെൻ എന്താ? പൊതുവെ ഡെഡ് ബോഡീസും കാര്യങ്ങളൊക്കെ ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് അവർ വർക്ക് ചെയ്യേണ്ടത്. ആ ഒരു ഫീൽഡിൽ നിന്ന് വർക്ക് ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് നമുക്കുണ്ടോ? അതിനെയാണ് കരിയർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് ആ ജോബ് റോൾ പെർഫോം ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് നോക്കുന്നതിനാണ് കരിയർ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ഈ കരിയർ ഇൻട്രസ്റ്റ് ആണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. അമേരിക്കൻ സൈക്കോളജി അസോസിയേഷന്റെ സ്റ്റഡീസ് പ്രകാരം റിയാസെക് മോഡൽ എന്ന് പറയും. റിയാസെക് മോഡൽ എന്ന് പറഞ്ഞാൽ RIASEC, റിയലിസ്റ്റിക്, ഇൻവെസ്റ്റിഗേറ്റീവ്, ആർട്ടിസ്റ്റിക്, സോഷ്യൽ, എന്റർപ്രൈസിംഗ്, കൺവെൻഷണൽ. ഈ 6 ഫാക്ടേഴ്സ് പ്ലസ് ഫിസിക്കൽ, ഈ 7 ഫാക്ടേഴ്സ് ആണ് നമ്മൾ ഒരു കരിയർ കൗൺസിലിംഗ് സെഷനിൽ അല്ലെങ്കിൽ കരിയർ ഗൈഡൻസ് സെഷനിൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്, സൈക്കോമെട്രിക് ടെസ്റ്റിലൂടെ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഈ ഓരോ ക്യാരക്ടർ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ ഏത് ജോബ് റോളാണ് പെർഫോം ചെയ്യേണ്ടത്, ഏത് കരിയർ ആണ് പെർഫോം ചെയ്യേണ്ടത്, ഏത് കരിയറിലേക്കാണ് നമ്മൾ പോകേണ്ടത് എന്ന് മനസ്സിലാവുന്നത്. അത് ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മൾ നമ്മുടെ കോഴ്സ് എടുക്കേണ്ടത്. അപ്പൊ നമ്മൾ ഒരിക്കലും 10th കഴിഞ്ഞാൽ ഏത് കോഴ്സ് എടുക്കണമെന്നോ, ഏത് സ്ട്രീം എടുക്കണമെന്നോ, +2 കഴിഞ്ഞാൽ ഏത് കോഴ്സ് എടുക്കണമെന്നോ അല്ല ഒരു കരിയർ ഗൈഡൻസിൽ, പേഴ്സണലൈസ്ഡ് കരിയറിൽ നമ്മൾ അനലൈസ് ചെയ്യുന്നത്. നമ്മുടെ എന്ത് പണിയാണ് ചെയ്യേണ്ടത്, ആ പണി ചെയ്യാനുള്ള പറ്റുന്ന നമ്മുടെ സ്കില്ലും നമ്മുടെ ഇൻട്രസ്റ്റും നോക്കിയിട്ട് ആ ജോബ് റോളിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ആ കരിയറിലേക്ക് എത്താനുള്ള കോഴ്സ് പോകാനുള്ള ഒരു റോഡ് മാപ്പ് മാത്രമാണ് കോഴ്സ്. ആ റോഡ് മാപ്പാണ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. റിയാസെക്കിൽ ഞാൻ ആദ്യം പറഞ്ഞു റിയലിസ്റ്റിക് എന്നുള്ളത്. വാട്ട് ഈസ് റിയലിസ്റ്റിക്? ഇപ്പൊ ഒരു സ്റ്റുഡന്റ് നമ്മൾ ഈ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ റിയലിസ്റ്റിക് ആണ് ഹൈ എങ്കിൽ, ഒരു സ്റ്റുഡന്റിന്റെ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റിലെ ഇതിൽ റിയലിസ്റ്റിക് ഹൈ ആണെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടുന്ന വർക്ക് ആ പിക്ചറിൽ കാണുമ്പോൾ തന്നെ അറിയാം, ഒരു ടെക്നിക്കൽ ആക്ടിവിറ്റിയുമായി കണക്റ്റഡ് ആയിരിക്കണം. അത്യാവശ്യം ഫിസിക്കൽ ഇൻവോൾവ്മെന്റ് വേണ്ട ഒരു മേഖലയിലായിരിക്കണം. ഫിസിക്കലി ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്ന, പ്രാക്ടിക്കലി ഹാൻഡ്സ് ഓൺ വർക്ക് ചെയ്യാൻ പറ്റുന്ന, ടൂൾസ് ഒക്കെ ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല. റിയലിസ്റ്റിക് ആണ് ആ സ്റ്റുഡന്റ് എങ്കിൽ അവരുടെ പ്രൈമറി ജോബ് റോൾ വേണ്ടത്, അവർ എടുക്കേണ്ട പണിയുടെ പ്രൈമറി ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഈ പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഹാൻഡ്സ് ഓൺ വർക്ക് വേണ്ട മേഖലയിലായിരിക്കണം. ദെൻ അവരുടെ സ്കിൽസ് എന്ന് പറയുന്നത് ഒരു മാനുവലി ചെയ്യാൻ പറ്റുന്ന മെക്കാനിക്കൽ സ്കിൽ, ഫിസിക്കൽ സ്റ്റാമിനയൊക്കെ വേണ്ട ഒരു വ്യക്തികളാണ്. ഇങ്ങനെയുള്ള വ്യക്തികൾ, ഇതിപ്പോ ഈവൻ LKG സ്റ്റുഡന്റ് ശ്രദ്ധിച്ചാൽ നമുക്കറിയാം. ഒരു LKG സ്റ്റുഡന്റ് ഇപ്പൊ നമ്മൾ A എഴുതാൻ പറഞ്ഞാൽ, ചില കുട്ടികൾ നമ്മളിപ്പോ ആൽഫബറ്റ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് A എഴുതാൻ പറഞ്ഞാൽ കുട്ടികൾ എഴുതുന്ന നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. ചില കുട്ടികൾ വരിയായിരുന്നു എഴുതും, ചില കുട്ടികൾ 4 എഴുതി കഴിയുമ്പോൾ പെൻസിൽ താഴെ ഇടും, അത് വീണ്ടും എടുക്കുമെന്ന് ഷാർപ്പൺ ചെയ്യും, അല്ലെങ്കിൽ ആ പെൻസിൽ കൊണ്ട് എവിടെയെങ്കിലും ഒക്കെ തിരിക്കും. അവരുടെ ബേസിക്കലി അവരുടെ ഉള്ളിലുള്ള ഒരു റിയലിസ്റ്റിക് സ്കില്ലാണ്. അവർ ശ്രദ്ധിച്ചാൽ അറിയാം, ത്രൂ ഔട്ട് ലൈഫ് അവർ അങ്ങനെ തന്നെയായിരിക്കും.
അവർക്ക് ഒരു സ്ഥലത്ത് ഇരുന്ന് പണിയെടുക്കുക എന്ന് പറയുന്നത് അവർക്ക് പറ്റാത്ത സാഹചര്യമാണ്. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇവരൊരു റിയലിസ്റ്റിക് സ്കില്ലാണ് നമ്മൾ ഹൈ എങ്കിൽ നമ്മൾ പെർഫോം ചെയ്യേണ്ട ജോബ് റോൾ ഈ രീതിയിലായിരിക്കണം. ഇങ്ങനെയുള്ളവർക്ക് പറ്റുന്ന കരിയർ ഓപ്ഷൻസ് എന്തൊക്കെയായിരിക്കാം? Mechanical engineering kind of job. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇസ് ഗുഡ്. Anything involving mechanical skills. എനിത്തിങ് ഇൻവോൾവിംഗ് മെക്കാനിക്കൽ സ്കിൽ ഗുഡ്. ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് വേറൊരു കാര്യം പറയാം. ബയോളജി ഭയങ്കര ഇഷ്ടമാണ്. സയൻസ് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യണം എന്നാണ് ഇവർക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷേ ഈ കുട്ടി റിയലിസ്റ്റിക് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഏത് കരിയർ ചൂസ് ചെയ്യാൻ പറ്റും? സിനാരിയോ ആണ് ചോദിച്ചത്. ലാബ് വർക്ക് അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് എന്തെങ്കിലും അങ്ങനെ നോക്കായിരുന്നു. ഹോസ്പിറ്റൽ മാനേജ്മെന്റിന് ശരിക്കും അവിടെ മെക്കാനിക്കൽ ആയിട്ട് എന്തെങ്കിലും മെക്കാനിക്കൽ ആയിട്ട് ഓക്കെ, ക്ലിനിക്കൽ എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ ഇപ്പോൾ ഹോസ്പിറ്റൽ ലാബോറട്ടറി ടെക്നീഷ്യൻ പോലുള്ള കോഴ്സുകൾ. അപ്പൊ നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാനാണ് നമുക്ക് ഇഷ്ടമെങ്കിൽ നമ്മുടെ സ്കിൽ എന്താണ് എന്ന് കൂടി അനലൈസ് ചെയ്ത്, നമ്മുടെ ഇൻട്രസ്റ്റ് എന്താ, കരിയർ ഇൻട്രസ്റ്റ് എന്താണെന്ന് കൂടി അനലൈസ് ചെയ്ത് ഇപ്പോൾ റിയലിസ്റ്റിക് ആണെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ള റിയലിസ്റ്റിക് സ്കില്ലുമായി കണക്റ്റഡ് ആയിട്ടുള്ള മേഖലയിലേക്ക് നമ്മൾ തിരിയാൻ നോക്കുക എന്നുള്ളതാണ് മേജറായിട്ട് വരുന്നത്. ഇതിന് പറ്റുന്ന കുറച്ച് എക്സാമ്പിൾസ്: പവർ എഞ്ചിനീയറിംഗ്, ഹൈഡ്രോ എഞ്ചിനീയറിംഗ്, പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ്, ബയോ എഞ്ചിനീയറിംഗ് ഇതുമായി കണക്റ്റഡ് ആണ്, ക്ലിനിക്കൽ എഞ്ചിനീയറിംഗ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട്. ഇത് ഞാൻ കുറച്ച് എക്സാമ്പിൾസിൽ എഴുതിയെന്ന് മാത്രം. ഇതുപോലെ ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ആ ഒരു, കാരണം ഇത് പേഴ്സണലൈസ്ഡ് കരിയർ ആണ്, ഓരോരുത്തരുടെയും സ്കില്ലും ഇൻട്രസ്റ്റും ഒക്കെ ഡിഫറെന്റ് ആണ്. 1-to-1 പോയി കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയി പോകേണ്ടി വരും. പക്ഷേ ജനറൽ ആയിട്ട് ഒരു ഐഡിയ കിട്ടാനാണ് ഞാൻ ഇത് ജസ്റ്റ് പറയുന്നത്. ബേസിക്കലി ഇവർ 10th കഴിഞ്ഞിട്ട് നമ്മൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ ഇവർ +2 മേജർ ആയിട്ട് എടുക്കേണ്ട സ്ട്രീം എന്ന് പറയുന്നത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ആയിരിക്കണം അവരുടെ പ്രൈമറി സബ്ജക്ട്. സെക്കൻഡറി സബ്ജക്റ്റ് ആയിട്ട് കമ്പ്യൂട്ടർ, ഇലക്ട്രോണിക്സ്, ഈവൻ ഇലക്ട്രിക്കലോ, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യാനാണെങ്കിൽ ബയോളജിയോ, അങ്ങനെ നമ്മൾ ഏത് ഫീൽഡിലേക്കാണ് എന്ന് നോക്കിയിട്ട് വേണം നമ്മൾ +2 നമ്മൾ സബ്ജക്ട് ചൂസ് ചെയ്യാൻ. ഇവർക്ക് എഴുതാൻ പറ്റുന്ന എൻട്രൻസുകളാണ് JEE, കീം, നാറ്റ, UT, CAT, ഇങ്ങനെയുള്ള എക്സാമുകളൊക്കെ ഇവർക്ക്, അങ്ങനെയുള്ള എൻട്രൻസുകളൊക്കെ ഇവർക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ ഇൻവെസ്റ്റിഗേറ്റീവ്. എന്തായിരിക്കും റിയലിസ്റ്റിക് പറഞ്ഞപ്പോൾ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇൻവെസ്റ്റിഗേറ്റീവ് അങ്ങനെയുള്ള വ്യക്തികളുടെ പ്രത്യേകത എന്തായിരിക്കും? ഈ ഒരു ഇൻട്രസ്റ്റ് ഉള്ള കരിയർ ഇൻട്രസ്റ്റ് ഇൻവെസ്റ്റിഗേറ്റീവ് ആണെങ്കിൽ റിസർച്ച് മേഖല പോവാം. റിസർച്ച് മേഖല, യെസ് ഗുഡ്. റിസർച്ച് മേഖല, അനാലിറ്റിക്കൽ മേഖല, അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ വർക്ക് ചെയ്യാൻ, സയന്റിഫിക് ആയിട്ടുള്ള വർക്ക് ചെയ്യാൻ, ഇങ്ങനെയുള്ള മേഖലയിൽ വർക്ക് ചെയ്യുക. അതായത് ഇവരുടെ പ്രൈമറി ജോബ് റോൾ വേണ്ടത് റിസർച്ച് അല്ലെങ്കിൽ അനാലിസിസ് പോലുള്ള മേഖലയിലായിരിക്കണം ഇവരുടെ പ്രൈമറി ജോബ് റോൾ പെർഫോം ചെയ്യേണ്ടത്. ഇങ്ങനെ ഒരു മേഖലയിൽ ജോബ് റോൾ പെർഫോം ചെയ്യുക എന്നുള്ളതാണ് ഇവർ മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. ഇവരുടെ സ്കിൽ എന്ന് പറയുന്നത് പൊതുവെ പ്രോബ്ലം സോൾവിംഗ് സ്കിൽ വളരെ ഹൈ ആയിരിക്കും അവരുടെ ഉള്ളിൽ. ക്രിട്ടിക്കൽ തിങ്കിങ്, ഭയങ്കര ഡാറ്റ അനാലിസിസ് പോലുള്ള മേഖലകൾ ഇവരുടെ ഉള്ളിൽ വളരെ നല്ല രീതിയിൽ ഉണ്ടാവും. ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ച്, ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്ന കരിയർ ഏതൊക്കെയായിരിക്കാം? ഏതൊക്കെ കരിയർ അവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും? ചാർട്ടേഡ് അക്കൗണ്ടൻസി. ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഓക്കെ ഗുഡ്. ചാർട്ടേഡ് അക്കൗണ്ടൻസ്, ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. ചാർട്ടേഡ് അക്കൗണ്ടൻസ് കുഴപ്പമില്ല. ഓക്കെ, ഒരു ഡാറ്റ അനാലിസിസ്, അനലിറ്റിക്കൽ സ്കിൽ അവർക്ക് അത്യാവശ്യമാണ്. പക്ഷെ റിസർച്ച് സ്കിൽ അത്രയ്ക്ക് ആവശ്യം വേണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്നല്ല, വേണം. അവർക്ക് വേണ്ട വേറൊരു ക്വാളിറ്റി കൂടി ഉണ്ട്. അതിലേക്ക് ഞാൻ കുറച്ചും കൂടി കഴിയുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വരാം. ദെൻ വേറെ ഏതൊക്കെയായിരിക്കാം? ഡിറ്റക്റ്റീവ് മേഖല. ഡിറ്റക്റ്റീവ് മേഖല അവരെ സംബന്ധിച്ച് ഒരു റിസർച്ച് സ്കില്ലും അതുപോലെ അനലിറ്റിക്കൽ സ്കില്ലും ഡാറ്റ അനാലിസിസും ഒക്കെ അവർക്ക് ആവശ്യമാണ്. ദെൻ സ്പേസ് റിസർച്ച്. റിസർച്ചുമായി കണക്റ്റഡ് ആയിട്ടുള്ള മേഖലകളൊക്കെ അവർക്ക് ഗുഡ് ചോയ്സ് ആയിരിക്കും. ഗുഡ്. ദെൻ വേറെ ഏതെങ്കിലും മേഖലകൾ ചൂസ് ചെയ്യാൻ പറ്റും? കാരണം ഞാൻ മാത്രം പറഞ്ഞു പോയാൽ പെട്ടെന്ന്. Market analyst. മാർക്കറ്റ് അനലിസ്റ്റ്, ഗുഡ്. മാർക്കറ്റ് അനലിസ്റ്റ് നല്ലൊരു ചോയ്സ് ആണ്. സ്റ്റോക്ക് മാർക്കറ്റ് അനാലിസിസ് ബേസ് ചെയ്തിട്ട് വേണ്ട ഒരു ജോബ് തന്നെയാണ്, അവർക്ക് പറ്റുന്ന ഒരു കരിയർ തന്നെയാണ്. ഓക്കെ, നമുക്ക് നോക്കാം ഇവർക്ക് പറ്റുന്ന. ഈവൻ ബാച്ച് ഓഫ് സയൻസ്, MS ഡിഗ്രീസ്, MBBS, ബയോസയൻസ്, ഫോറൻസിക് സയൻസ്, ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസം, ഇങ്ങനെയുള്ള ഇപ്പൊ ഈ പറഞ്ഞ കോഴ്സുകൾ, ഇതെല്ലാം ഈ കരിയർ എല്ലാം അവർക്ക് പറ്റുന്ന. ഞാൻ കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ നോട്ട് ചെയ്തെന്നുള്ളൂ. ഇതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിസർച്ചും അനാലിസിസും ബേസ് ആയിട്ട് വരേണ്ട പ്രൈമറി ജോബ് റോളിൽ അവർ പെർഫോം ചെയ്യേണ്ട ജോബ് റോൾ എന്ന് പറയുന്നത് റിസർച്ചോ അനാലിസിസോ ആണ് എങ്കിൽ അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള കരിയേഴ്സ് ചൂസ് ചെയ്യുന്നതായിരിക്കും ഇവർക്ക് നല്ലത്. ഇപ്പൊ ഈവൻ ഇവര് ഇതിലാണ് പോകുന്നത്, മെഡിക്കൽ സയൻസ്, അഗൈൻ മെഡിക്കൽ സയൻസുമായി കണക്റ്റഡ് ആണ് അധികവും. അല്ലെങ്കിൽ ഇപ്പൊ ഫിസിക്സ് പോലുള്ള മേഖലയിലേക്ക് പോകുന്നു. പൊതുവെ ഞാൻ ലാസ്റ്റ് ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ഡീറ്റെയിൽ കാണിച്ചു തരാം. ഓക്കെ, ഫിസിക്സിലാണെങ്കിൽ പോലും നമ്മൾ റിസർച്ചുമായി കണക്റ്റഡ് ആയി പോകുന്ന മേഖലയിൽ അവർക്ക് പറ്റുന്ന ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഇവർക്ക് +2 ലെവലിൽ, ഒരു 10th ലെവലിലുള്ള സ്റ്റുഡന്റ് ആണെങ്കിൽ ഇവർക്ക് +2 ലെവലിൽ എടുക്കാൻ പറ്റുന്ന സ്ട്രീം മെയിൻ എന്ന് പറയുന്നത്
PCB ആണ്, ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആയിരിക്കണം ഒരു പ്രൈമറി സ്ട്രീം. പ്ലസ് നമുക്ക് മാത്സ് ഇഷ്ടമുള്ളവരാണെങ്കിൽ മാത്സ് എടുക്കാം, അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസോ ഇല്ലെങ്കിൽ ഇലക്ട്രിക്കലോ, അങ്ങനെ അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള മേഖലകൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നവർക്ക് പ്രൈമറി ഇത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ എന്നല്ല, ഇവർക്ക് എടുക്കാൻ പറ്റുന്ന പ്രൈമറി ഓപ്ഷൻസിൽ ഒന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇവർക്ക് എഴുതാൻ പറ്റുന്ന എൻട്രൻസ് എന്ന് പറയുന്നത് പൊതുവെ നീറ്റ്, കീം, CUT, എയിംസ് പോലുള്ള എൻട്രൻസുകൾ, ഞാൻ കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ എഴുതിയെന്നേ ഉള്ളൂ. ഇതുപോലുള്ള എൻട്രൻസുകളൊക്കെ ഇവർക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ എൻട്രൻസുകളുടെ മേഖലയിലേക്ക് അവർ പോകുന്നത് അവർക്ക് കുറച്ചുകൂടെ നന്നായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് തേർഡ് വൺ, ആർട്ടിസ്റ്റിക്. പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ആർട്ടിസ്റ്റിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒരു ബേസിക്കലി എങ്ങനെയുള്ള വ്യക്തികളായിരിക്കും? Aesthetic sense കൂടുതലായിരിക്കും. എസ്തെറ്റിക് സെൻസ് കൂടുതലായിരിക്കും. ഗുഡ്. ദെൻ appreciating nature and beauty, appreciating nature, beauty. Okay, good. Creativity high. Then creativity high ആയിരിക്കും. ഗുഡ്. ഓക്കെ, ഇങ്ങനെയുള്ളവരുടെ ക്രിയേറ്റിവിറ്റി ഹൈ ആയിരിക്കും. അതുപോലെ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ, ഡിസൈനിങ് പോലുള്ള ആക്ടിവിറ്റി വളരെ നന്നായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നവരായിരിക്കും. അവരുടെ സ്കിൽസിൽ മെയിൻ ആയിട്ട് ക്രിയേറ്റിവിറ്റി, ആർട്ടിസ്റ്റിക് സ്കിൽ അല്ലെങ്കിൽ ഒറിജിനാലിറ്റി, എക്സ്പ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുന്ന വ്യക്തികളായിരിക്കും. ഇവര് പ്രൈമറി ജോബ് റോൾ പെർഫോം ചെയ്യേണ്ടത്. ഇത് പറയുമ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയും. ഈ IT ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ കോഡിംഗ് ഒക്കെ ചെയ്യുന്നവർ പെട്ടെന്ന് ഡിപ്രഷനിലേക്ക് പോകുന്നു എന്ന് പറയുന്നൊരു പൊതുവെ നമ്മൾ കേട്ടുവരുന്ന ഒരു കാര്യമാണ്. ഫോർ എക്സാമ്പിൾ കോഡിംഗ്, അല്ലെങ്കിൽ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ട്സിന്റെ കേസ് എടുക്കാം. ചാർട്ടേഡ് അക്കൗണ്ട്സ് ആണെങ്കിൽ പോലും പലരും ഇപ്പൊ ഇന്റർ കിട്ടുന്നില്ല. ഇപ്പൊ വൈഫ് ഇവിടെ നമ്മുടെ തൃശ്ശൂര് CA ചാപ്റ്ററിലെ കൗൺസിലറാണ്. അപ്പൊ അവിടെ 26-27 വയസ്സായിട്ട് ഇപ്പോഴും CA പാസ്സാവാതെ നിൽക്കുന്ന, ഇന്റർ പാസ്സാവാതെ നിൽക്കുന്ന ഒരുപാട് പേരെ അവിടെ നമ്മൾ കാണുന്നുണ്ട്. ദെൻ ഇപ്പൊ ആ സമയത്താണ് ഞാൻ എഗെയിൻ പറയാണ്, ഞാനത് കുറ്റമായിട്ട് പറയുന്നതല്ല, മോഹൻലാലിന്റെ അഡ്വർടൈസ്മെന്റ് 21 വയസ്സിൽ സെറ്റിൽ ആവാം എന്ന് പറഞ്ഞിട്ടുള്ള അഡ്വർടൈസ്മെന്റ് നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്. ഒരു ആർട്ടിസ്റ്റിക് സ്കില്ലുള്ള ഒരു കുട്ടിയാണ് CAക്ക് പോകുന്നതെങ്കിൽ, ഇപ്പോൾ CAയിൽ ചെന്ന് കഴിഞ്ഞാൽ CAയുടെ പ്രൈമറി ജോബ് റോൾ എന്താ? ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ പ്രൈമറി ജോബ് പണിയുടെ നേച്ചർ ഉണ്ടായെന്ന് ചോദിച്ചത്. എന്താണ് അവരുടെ പണിയുടെ നേച്ചർ? ഫിഗേഴ്സ്, റിപ്പീറ്റഡ് ജോബ്സ്. അവര് ഒരു സിസ്റ്റത്തിന് മുമ്പിൽ അവർക്ക് അവിടെ ക്രിയേറ്റീവായിട്ട് പ്രത്യേകിച്ചും ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഓൾറെഡി ടാക്സിന്റെ പാറ്റേൺ അവിടെ ഉണ്ട്, ടാക്സിന്റെ സ്ലാബ് അവിടെ ഉണ്ട്. അതിൽ ചെയ്യാമെന്നല്ലാതെ അതിന്റെ അപ്പുറത്തേക്ക് ക്രിയേറ്റീവായിട്ട്, നമ്മൾ വളരെ ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ ഒരുപാട് നേരം അതിന്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ കോഡിങ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് കാലത്തോട്ട് വൈകുന്നേരം വരെ കോഡിങ് ചെയ്യുന്നു, വൈകുന്നേരത്തേക്ക് എന്തെങ്കിലും എറർ വന്നു, വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യണം. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഉള്ളിൽ ജനറേറ്റ് ചെയ്യുന്ന ആ ഒരു എനർജി വേസ്റ്റ് ചെയ്യാനുള്ള ഒരു അവസരം നമുക്കില്ല. സ്വാഭാവികമായിട്ടും ഈ ഒരു സാഹചര്യത്തിലൊക്കെയാണ് പൊതുവെ ഈ ഡിപ്രഷൻ കേസുകളും അല്ലെങ്കിൽ ഡ്രഗ് അഡിക്ഷൻ കേസുകളൊക്കെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ ഒരു മേജർ റീസൺ നമ്മൾ കാണുന്നത് ഈ ഒരു ആംഗിളിലൂടെ നോക്കുമ്പോഴാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വെറ്ററിനറി കോളേജിൽ ഒരു ക്ലാസ് എടുക്കാൻ പോയപ്പോൾ അവിടുത്തെ ഡീനായി സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞു, പണ്ട് ഈ കോളേജിൽ വന്നുകൊണ്ടിരുന്ന സ്റ്റുഡൻസ് എന്ന് പറയുന്നത് വെറ്ററിനറി കോളേജിൽ വെറ്ററിനറി പഠിക്കാൻ വേണ്ടി വന്ന, ആനിമൽ സയൻസ് അല്ലെങ്കിൽ വെറ്ററിനറി ഡോക്ടർ ആവാൻ വേണ്ടി വന്നു. ഇന്ന് MBBS കിട്ടാത്തതുകൊണ്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യം ചെയ്യാൻ പറ്റാതെ വന്നിരിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടുത്തെ ഡ്രഗ് അഡിക്ഷനിലേക്ക് സ്റ്റുഡൻസ് പോകുന്നതിന്റെ മേജർ റീസൺ അനലൈസ് ചെയ്തപ്പോൾ അതിന്റെ മേജർ റീസൺ എന്ന് പറയുന്നത് നമുക്ക് ഇഷ്ടപ്പെട്ട ആക്ടിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മൾ നിർബന്ധിതമായി പല ആരുടെയും പ്രഷറിന്റെ പുറത്താണ് പല ആക്ടിവിറ്റിയും ചെയ്യുന്നത്. അത് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുക അല്ലെങ്കിൽ ഈ ഡ്രഗ് അഡിക്ഷനിലേക്ക് പോകുന്നതിന്റെ ഒരു വലിയൊരു റീസൺ എന്ന് പറയുന്നത് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ കരിയറിലേക്ക് അല്ലെങ്കിൽ നമുക്ക് പറ്റുന്ന ജോലി ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യം പഠിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇത്രയും ആർട്ടിസ്റ്റിക് സ്കില്ലുള്ള ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള റിപ്പീറ്റഡ് ജോബ് കുറേ നേരം ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം എന്തായാലും മടുക്കും. അവർക്ക് അവരുടെ ക്രിയേറ്റിവിറ്റിക്ക് അവിടെ ഒരു സ്പേസേ ഇല്ല. അത് ഉള്ളിൽ കിടക്കുന്ന സാധനം, അത് ക്രിയേറ്റീവായി ചെയ്യാനുള്ള ഒരു അവസരം കിട്ടിയാൽ മാത്രമേ അദ്ദേഹത്തിന് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് പറ്റുന്ന ഒരു കരിയർ ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയായിരിക്കാം? ആർക്കിടെക്ട്സ്. ഗുഡ്. ആർക്കിടെക്ട്സിന് ഇത് ആവശ്യമാണ്. ദെൻ ഫാഷൻ ഡിസൈനിങ്ങുമായി കണക്റ്റഡ് ആയിട്ടുള്ള മേഖലകൾ, ഫാഷൻ ഡിസൈനിങ് ഇത് ആവശ്യമാണ്. ദെൻ തിയേറ്റർ, യെസ്, തിയേറ്റർ ആർട്ടിസ്റ്റിന് ഇത് ആവശ്യമാണ്. ഓക്കെ, ഫാഷൻ ഡിസൈനിങ് ഇവർക്ക് പറ്റുന്ന മേഖലയാണ്. പ്രൊഡക്റ്റ് ഡിസൈനിങ്, സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ്, ഇന്റർഫേസ് ഡിസൈനിങ്, യൂസർ ഇന്റർഫേസ്. ഈവൻ നമ്മൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആവാനാണ് താല്പര്യപ്പെടുന്നത്. നമ്മൾ ആർട്ടിസ്റ്റിക് സ്കില്ലുള്ള ഒരാളാണെങ്കിൽ നമ്മളൊരു കോഡിംഗ് എന്നുള്ള മേഖലയിലേക്ക് പോകുന്നതിനപ്പുറം നമ്മളൊരു യൂസർ ഇന്റർഫേസ്, UI ഡിസൈനിങ് പോലുള്ള മേഖലയിലേക്ക് പോയാൽ നമുക്ക് അതേ ഫീൽഡിൽ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റുമായിട്ട് യോജിച്ച ഒരു മേഖലയായിരിക്കും അത്. അപ്പൊ ഈവൻ ആ ഒരു ആംഗിളിൽ വേണം നമ്മൾ ഈ കാര്യം
ഡിസ്കസ് ചെയ്യാൻ എങ്ങനെയാണ് നമ്മുടെ സ്കില്ല് നമ്മുടെ ഇൻട്രസ്റ്റ് എവിടെയാണ് നിൽക്കുന്നത് അത് ബേസ് ചെയ്ത് ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ നമുക്ക് ഇഷ്ടമാണ്, സോഫ്റ്റ്വെയർ എന്നുള്ള ഫീൽഡ് വർക്ക് ചെയ്യാൻ നമുക്ക് ഇഷ്ടമാണ് എങ്കിൽ അവിടെ ഡിസൈനിങ്ങിന് പ്രാധാന്യമുള്ള ഇപ്പൊ മെഡിക്കൽ മേഖലയിലേക്ക് നമുക്ക് പോകാൻ ഇഷ്ടമാണ്, നമ്മൾ വളരെ ഹൈലി ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരാളാണ്, പക്ഷെ എനിക്ക് മെഡിക്കൽ മേഖലയിലേക്ക് പോകണം, നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു കോഴ്സ് ഏതായിരിക്കും? മെഡിക്കൽ മേഖലയിൽ ആർട്ടിസ്റ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന കരിയർ എന്തൊക്കെയാണ്? കോസ്മെറ്റിക് സർജറി, കോസ്മെറ്റിക് സർജറി, ഗുഡ്. ഡെന്റിസ്ട്രി. ഡെന്റിസ്ട്രി ഒരു പരിധിവരെ ഡെന്റിസ്ട്രിയിലെ ഒരു പരിധിവരെ ഡെന്റിസ്ട്രിക്ക് ആവശ്യമാണ്. കാരണം ഇന്ന് അത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ആൾക്കാർ പേഴ്സണലി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മേഖലയാണ്. നമ്മൾ എത്രമാത്രം ആർട്ടിസ്റ്റിക് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ദെൻ ആർട്ടിഫിഷ്യൽ ലിംബ് ടെക്നോളജി, പ്ലാസ്റ്റിക് സർജൻ, ഇതൊക്കെ നമ്മൾ അപ്പൊ നമ്മുടെ സ്കില്ല് നോക്കിയിട്ടാണ്. ഇപ്പൊ നമ്മൾ മെഡിക്കൽ മേഖലയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ നമുക്ക് റിസർച്ച് സ്കില്ലാണോ ഉള്ളത്, ടെക്നിക്കൽ സ്കില്ലാണോ ഉള്ളത്, നമുക്ക് ആർട്ടിസ്റ്റിക് സ്കില്ലാണോ ഉള്ളത് നോക്കിയിട്ടാണ് നമ്മൾ ആ മേഖലയിൽ പോലും ഏത് കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളത്. നേവൽ ആർക്കിടെക്ട്, ബാച്ചുലർ ഓഫ് ഡിസൈനിങ് വളരെ എന്താ പറയാ എഫക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരു മേഖലയാണ്. നമുക്ക് അതിൽ തന്നെ ടോയ് ഡിസൈനിങ്, ജ്വല്ലറി ഡിസൈനിങ്, ഫുട്വെയർ ഡിസൈനിങ് ഒക്കെ എന്താ ഇൻഡിവിജ്വലി ഓരോരുത്തരും അവരവരുടെ ഫുട്വെയർ ഒക്കെ ഡിസൈൻ ചെയ്യുന്ന കാലഘട്ടത്തിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള മേഖലയിൽ നമുക്ക് നമ്മുടെ കരിയർ ബിൽഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആർട്ടിസ്റ്റിക് ഹൈ ആണെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും അവർക്ക് പറ്റുന്ന NID നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈനിന്റെ NID, DIT, UCD പോലുള്ള എൻട്രൻസുകൾ നമുക്ക് എഴുതാൻ പറ്റും. CUT പോലുള്ള എൻട്രൻസ് എഴുതാൻ പറ്റും. ഈ CUTയുടെ കാര്യം പറയുമ്പോൾ കഴിഞ്ഞ വർഷം 13 ലക്ഷം സ്റ്റുഡൻസ് ആണ് ആകെ CUT അപ്ലൈ ചെയ്തത്. അതിൽ വെറും കേരളത്തിൽ നിന്ന് CUT അപ്ലൈ ചെയ്തേക്കുന്നത് 30,000 സ്റ്റുഡൻസ് ആണ്. 13 ലക്ഷം സ്റ്റുഡൻസ് അപ്ലൈ ചെയ്തപ്പോൾ ഈ 24 ലക്ഷം സ്റ്റുഡൻസ് നീറ്റ് അപ്പിയർ ചെയ്യുമ്പോൾ ഇത്രയും സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ പോയി പഠിക്കാനുള്ള അവസരം കിട്ടുന്ന CUET പോലുള്ള കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് പോലുള്ള എൻട്രൻസുകൾ അപ്ലൈ ചെയ്യാൻ നമ്മുടെ ഇവിടെയുള്ള സ്റ്റുഡൻസ് വളരെ മടിക്കുന്നു എന്നുള്ളൊരു കാര്യം അറിയാം. പക്ഷെ അവിടെ അതുപോലുള്ള CUET പോലുള്ള എൻട്രൻസുകളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് പഠിക്കാൻ എല്ലാവിധ ഫെസിലിറ്റിയോട് കൂടി പഠിക്കാനുള്ള അവസരം നമുക്ക് ഒരുപാട് ഉള്ളതാണ്. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ സ്റ്റുഡൻസ് ഒക്കെ അത് അപ്പിയർ ചെയ്യാൻ തന്നെ മടിക്കുന്നു എന്നുള്ളത് വളരെ എന്താ പറയാ വിഷമിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ ആർട്ടിസ്റ്റിക് സ്കിൽ. നെക്സ്റ്റ് വൺ സോഷ്യൽ. വാട്ട് ഈസ് ഇൻട്രസ്റ്റ്? നമ്മുടെ ഇൻട്രസ്റ്റ് സോഷ്യൽ ആണെങ്കിൽ എന്തായിരിക്കും ഇവരുടെ ക്യാരക്ടർ? അവർക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റും. ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഇവരുടെ മേജർ ഏരിയ എന്ന് പറയുന്നത് ഒരു സപ്പോർട്ടീവ്, നർച്ചറിങ്, ഇന്ററാക്റ്റീവ് മേഖല. ഇപ്പോൾ ഇന്ററാക്ഷൻ വേണ്ട മേഖലയാണ്. ഒരു സോഷ്യൽ സ്കിൽ ഉള്ള വ്യക്തികൾക്കാണ് ഇന്ററാക്റ്റീവ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ ആ കരിയറിന് ഒരു ഇന്ററാക്റ്റീവ് പാറ്റേൺ ഉള്ള ഒരു മേഖലയാണ് എങ്കിൽ നമുക്കൊരു സോഷ്യൽ സ്കിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കവിടെ ഇന്ററാക്ഷൻ ചെയ്യാൻ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ പല ജോബിലും ചെന്ന് കഴിയുമ്പോൾ നമ്മളറിയാം പഠിക്കുന്നതൊക്കെ വലിയ നല്ല നല്ല കോഴ്സുകൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ HR-ന്റെ മുമ്പിൽ നമ്മൾ റെസ്യൂമേ ആയി ചെല്ലുമ്പോൾ ഒരു ഇന്ററാക്റ്റീവ് ജോബ് ആണെങ്കിൽ HR ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നമുക്ക് ആൻസർ ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നതിന്റെ കാരണം നമുക്ക് ഈ സോഷ്യൽ സ്കിൽ കുറവായതുകൊണ്ടാണ്. നമുക്ക് അവിടെ ഇന്ററാക്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി, കമ്മ്യൂണിക്കേഷൻ സ്കിൽ, എംപതി, ഇന്റർപേഴ്സണൽ സ്കിൽസ്, ടീച്ചിങ് സ്കിൽസ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് കുറവായി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഇന്ററാക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ഒരു കരിയർ ആണ് എങ്കിൽ നമുക്ക് അവിടെ നമ്മൾ ശരിക്കും സ്ട്രഗിൾ ചെയ്യുന്നൊരു കാണാൻ പറ്റും. അപ്പൊ ആ ഒരു മേഖലയിൽ നമ്മൾ ശ്രദ്ധിക്കാം, നമ്മൾ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള കരിയർ ആണോ എന്ന് നോക്കിയിട്ട് വേണം നമുക്ക് അത് ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ദെൻ ഇങ്ങനെയാണെങ്കിൽ ഇവർക്ക് പറ്റുന്ന കരിയർ ഓപ്ഷൻസ് ഏതൊക്കെയായിരിക്കാം? നഴ്സിംഗ്. തീർച്ചയായിട്ടും നഴ്സിംഗ് വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള. ഈ നഴ്സിംഗ് പറയുമ്പോൾ നഴ്സിംഗ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇന്ന് പോകുന്ന ഒരു മേഖലയിൽ ഒന്നാണ് നഴ്സിംഗ്. ഇപ്പോൾ നഴ്സിംഗിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഞാൻ പൊതുവെ ക്ലാസ് എടുക്കുമ്പോൾ പറയുന്ന മറ്റൊരു കാര്യം ഇതാണ്. ചില വ്യക്തി, നമ്മളെല്ലാവരും ഹോസ്പിറ്റലിൽ പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള ആൾക്കാരാണ്. ചില നഴ്സുമാർ ഇഞ്ചക്ഷൻ എടുക്കുന്ന സമയത്ത് നമുക്കത് ഫീൽ ചെയ്യുക പോലും ഇല്ല. ഇഞ്ചക്ഷൻ എടുത്തു എന്ന് പോലും ഫീൽ ചെയ്യില്ല. പക്ഷെ ചില നഴ്സുമാർ എടുക്കുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, കൊല്ലാൻ കൊണ്ടുവന്നാണോ എന്ന് ചോദിക്കാറുണ്ട്. ഇതിന്റെ ഒരു മേജർ റീസൺ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ സോഷ്യൽ സ്കിൽ കുറവാണ്. എംപതി ചിലവർ കുറവായിരിക്കും, ചിലർക്ക് ആ ഒരു ഇന്റർപേഴ്സണൽ സ്കില്ല് കുറവായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ ഫീൽ എന്താണെന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ചില വ്യക്തി അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അതായത് ചില നേഴ്സുമാർ അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഫീൽ ഉണ്ട്. അപ്പൊ ഞാൻ എപ്പോഴും നേഴ്സിംഗ് എടുക്കാൻ പോകുന്ന സ്റ്റുഡൻസിനോട് പ്രത്യേകം പറയാറുണ്ട്, കാരണം മറ്റുള്ള ജോബിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ഹ്യൂമൻ ബോഡിയുമായി കണക്ട് ചെയ്തുകൊണ്ടാണ് അവർ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എംപതി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ ദയവ് ചെയ്ത് കാശും അക്കരെ പച്ചയും മാത്രം നോക്കി ഈ ഒരു കരിയർ ചൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് പൊതുവെ ഞാൻ എൻ്റെ മുമ്പിൽ വരുന്ന സ്റ്റുഡൻസിനോട് പറയാറുണ്ട്. ഇപ്പൊ നഴ്സിംഗ് മേഖലയിലേക്ക് പോകുന്നവർക്ക് സോഷ്യൽ സ്കിൽ നിർബന്ധമായിട്ടും വേണം. ദെൻ പിന്നെ ആർക്കൊക്കെ വേണം? പിന്നെ ആർക്കൊക്കെ ഈ കരിയർ ചൂസ് ചെയ്യാം?
ബിസിനസ് നിർബന്ധമായിട്ടും ബിസിനസ്സുകാർക്ക് ഈ സ്കില്ല് വേണം. ഓക്കെ, ദെൻ ട്രെയിനേഴ്സ് വേണം. ഇൻഷുറൻസ് ഏജൻസ് കുറച്ചും കൂടെ ബ്രോഡ് സ്പാനിൽ പറയുകയാണെങ്കിൽ മാർക്കറ്റിംഗ്, സെയിൽസ് പോലുള്ള മേഖലകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് നിർബന്ധമായിട്ടൊന്ന് വേണം. കൗൺസിലേഴ്സിന് ഫ്രണ്ട് ഓഫീസിൽ ഇരിക്കുന്ന ആൾക്കാർ, ഫ്രണ്ട് എൻഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് നിർബന്ധമായിട്ടും ഇത് വേണം. ഫോർ എക്സാമ്പിൾ, ഇത് പറയുമ്പോൾ തന്നെ ഫ്രണ്ട് എൻഡ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരാളാണ് എങ്കിൽ സോഫ്റ്റ്വെയറിൽ തന്നെ കസ്റ്റമർ ഇന്ററാക്ഷൻ വേണ്ട മേഖലയിലായിരിക്കണം ഇവർ വർക്ക് ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ സോഫ്റ്റ്വെയർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നു, പക്ഷെ നമ്മൾ സോഷ്യൽ സ്കിൽ ഹൈ ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ നമ്മളൊരു കോഡിംഗ് എന്നുള്ള ഭാഗത്തേക്ക് പോകുന്നതിനപ്പുറം ഒരു കസ്റ്റമർ ഇന്ററാക്ഷൻ വേണ്ട മേഖലയിലേക്ക്, കസ്റ്റമർ ഇത് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്ന മേഖലയുമായി കണക്ട് ചെയ്തിട്ടുള്ള ജോബ്സ് ആയിരിക്കും ഇവർ കൂടുതൽ. ആ ഒരു കരിയറിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇവർക്ക് നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഇതിലിപ്പോ CMA CFA എന്ന് എഴുതിയത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു കമന്റ് കൂടി പറയാം. കൊമേഴ്സ് കഴിയുമ്പോൾ +2 കൊമേഴ്സ് ആണെങ്കിൽ പൊതുവെ ഗൈഡൻസ് കാര്യങ്ങളിൽ പറയുന്ന ഒരു സാധനം, +2 കൊമേഴ്സ് കഴിഞ്ഞാൽ അവർക്കുള്ള ഫസ്റ്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? പൊതുവെ കൊമേഴ്സ് സ്റ്റുഡൻസിനോട് പറയുന്ന CMA CS എന്നുള്ളതാണ് പൊതുവെ നമ്മൾ പറയാം. ഇതിൽ ആര് CA എടുക്കണം, ആര് CMA എടുക്കണം, ആര് CS എടുക്കണം, ഈ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന സാധനമാണ്. ഈ 3 കരിയറിന്റെയും പ്രത്യേകത എന്ന് പറയുന്നത് മൂന്ന് ടൈപ്പ് കരിയറാണ്. 3ഉം +2 കൊമേഴ്സ് കഴിഞ്ഞവർക്ക് ചെയ്യാൻ പറ്റുന്ന കരിയർ ആണെങ്കിലും സിയുടെ ജോബ് നേച്ചറും CMAയുടെ ജോബ് നേച്ചറും CS-ന്റെ ജോബ് നേച്ചറും മൂന്നാണ്. എൻറ്റയർലി ഡിഫറെന്റ് ആണ് 3. അതിന്റെ അവരെടുക്കുന്ന ആ ഒരു ജോബിന്റെ നേച്ചർ എന്ന് പറയുന്നത്. ഇപ്പൊ ഒരു CMA ചെയ്യുന്ന ഒരാളെന്ന് പറഞ്ഞാൽ കോസ്റ്റ് ആൻഡ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അവിടെ അവർക്ക് വേണ്ടത് കോസ്റ്റിംഗ് എങ്ങനെ ബിൽഡ് ചെയ്യാം, അതായത് ഒരു കമ്പനിയുടെ കോസ്റ്റ് എങ്ങനെ കൺട്രോൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് ഇവർ ചെയ്യുന്നത്. അവിടെ വേണ്ട ഒരു പ്രൈമറി ജോബ് റോൾ എന്ന് പറയുന്നത് ഇന്ററാക്ഷൻ ആണ്. ഓരോ കാര്യങ്ങൾ ഇന്ററാക്ട് ചെയ്താലാണ് ഇവർ കൃത്യമായിട്ട് അത് അനലൈസ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അവിടെ പ്രൈമറി ജോബ് റോളിൽ വേണ്ട സാധനം ഇന്ററാക്ഷൻ ആണ്. പക്ഷേ CS കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത് അവർ ശരിക്കും ഡോക്യുമെന്റേഷൻ പാർട്ടിലും അതിന്റെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആ ഒരു മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ആയിട്ട് അതൊരു ഇന്ററാക്റ്റീവ് ആയ ഒരു ലീഡർഷിപ്പ് റോളും കാര്യങ്ങളും ഒക്കെ വേണ്ട മേഖലയാണ് ശരിക്കും കമ്പനി സെക്രട്ടറി എന്ന് പറയുന്നത്. അവരുടെ സ്കില്ല് നമ്മൾ അതിലേക്ക് വരുന്നുണ്ട്. CA എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ജോബ്സ് ആണ്. അവർ ചെയ്യുന്ന കണ്ടിന്യൂറ്റി അവിടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന സ്കില്ലുള്ള ഒരാൾക്ക് പറ്റുന്നതാണ്. ഇവർ 3 പേര് +2 കഴിഞ്ഞിട്ട് CMA എടുക്കുന്നവനും CS എടുക്കുന്നവനും CA എടുക്കുന്നവനും 3 സ്കില്ലുള്ള ആൾക്കാരാണ്. അപ്പൊ അത് അനലൈസ് ചെയ്തിട്ട് വേണം. കൊമേഴ്സ് അല്ല നീ CA എടുത്തോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചെന്ന് കഴിയുമ്പോൾ അവൻ സ്ട്രഗിൾ ചെയ്യുന്നത്, കൊമേഴ്സ് കഴിഞ്ഞാൽ എല്ലാവരും അതിൽ രക്ഷപ്പെടാതെ പോകുന്നത്. എന്റെ മുമ്പിൽ ഇങ്ങനെ സത്യേഷ് ഒരു CA കാരനോടിയാണ്. പക്ഷെ എന്നാലും ഞാൻ കൃത്യമായിട്ട് അനലൈസ് സത്യേഷ് കുറച്ചും കൂടി എന്താ പറയുക അലൈൻ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നു. ഇപ്പൊ നമുക്ക് എന്തുകൊണ്ടാണ് ചില CA-കാർ വളരെ എക്സൽ ആയിട്ട് അതിൽ പ്രവർത്തിക്കുന്നത്, ചിലവര് കഷ്ടപ്പെട്ട് അതിൽ മുമ്പോട്ട് പോകുന്നതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള അവരുടെ ഇൻട്രസ്റ്റിന്റെ പാർട്ടാണ് അതിൽ മിസ്സാവുന്നത്. ഓക്കെ, അപ്പോൾ CMA പോലെ CFA പോലെ ഡെവലപ്മെന്റൽ സ്റ്റഡീസ് പോലെ പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ ഒക്കെ മോർ ദാൻ ലാക്ക് സാലറി ഉള്ള ജോബ് ഓപ്പർച്യൂണിറ്റിയാണ്. ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിലൂടെ പോയിട്ട് നമുക്ക് മോർ ദാൻ ലാക്ക് സാലറി വാങ്ങാൻ പറ്റുന്ന കരിയർ ഓപ്പർച്യൂണിറ്റിയിൽ പെട്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റ്, പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ഡെവലപ്മെന്റൽ സ്റ്റഡീസ്. ഇതിന്റെയൊക്കെ സാലറി സ്കെയിൽ തന്നെ പൊതുവെ വളരെ ഹൈ ആണ്. പക്ഷെ എന്തുകൊണ്ടോ ഹ്യൂമാനിറ്റീസ് എന്ന കോഴ്സ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ 3ാം കോഴ്സ് എന്നുള്ള ഫീലിലാണ് പലരും കാണുന്നത് തന്നെ. സയൻസും കൊമേഴ്സും കിട്ടിയില്ലെങ്കിൽ മാത്രം എടുക്കാനുള്ള കോഴ്സായിട്ടാണ് പലരും കാണുന്നത്. പക്ഷെ ഹ്യൂമാനിറ്റി ഇപ്പോൾ എഗെയിൻ രാഷ്ട്രീയമല്ല എങ്കിലും ശശി തരൂർ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് എടുക്കാവുന്ന ആളാണ്. ഹൈ ഡിസ്റ്റിങ്ഷനോടുകൂടി പാസ്സായ ആള് ഹ്യൂമാനിറ്റീസ് ബാക്ക്ഗ്രൗണ്ടിലൂടെ വന്ന് ഇന്റർനാഷണൽ ലെവലിൽ വർക്ക് ചെയ്യാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ച് ഈ ഒരു മേഖലയോടുകൂടെ പോയിട്ട് തന്നെയാണ്. കരിയറിൽ നമ്മൾ സ്ഥിരമായി പറയുന്ന എക്സാമ്പിൾസിൽ ഒന്നാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മേഖലയിലേക്ക് നമ്മുടെ സോഷ്യൽ സ്കില്ലാണ് ഹൈ എങ്കിൽ, സോഷ്യൽ ഇൻട്രസ്റ്റ് ആണ് ഹൈ എങ്കിൽ നമുക്ക് എടുക്കാൻ പറ്റുന്ന കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആണ് ഈ. ദെൻ നെക്സ്റ്റ് എന്റർപ്രൈസിങ്. വാട്ട് ഈസ് എന്റർപ്രൈസിങ്? എന്റർപ്രൈസിംഗ് എന്നുള്ളത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം, എന്റർപ്രൈസിംഗ് എന്ന് പറയുമ്പോൾ ഒരു ലീഡർഷിപ്പ് അല്ലെങ്കിൽ പ്ലാനിങ്, ഓർഗനൈസിങ് പോലെയുള്ള മേഖലകൾ അല്ലെങ്കിൽ മാനേജ്മെന്റ് ഓറിയന്റേഷൻ എന്ന് പറയും. വളരെ എനർജറ്റിക് ആയിട്ട്, അംബീഷ്യസ് ആയിട്ട്, അഡ്വഞ്ചറസ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖല, വളരെ എനർജറ്റിക് ആയിട്ടുള്ള ഒരു മേഖലയാണ്. ഇവരുടെ മേജർ സ്കിൽ എന്ന് പറയുന്നത് ലീഡർഷിപ്പ് അല്ലെങ്കിൽ പെർsuasion, നെഗോസിയേഷൻ, റിസ്ക് ടേക്കിംഗ്, ഇതിങ്ങനെയുള്ള ആക്ടിവിറ്റി എടുക്കാൻ വളരെ റെഡി ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. അവർക്ക് എത്ര അത് ചെയ്താലും, കാരണം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ ഓൺട്രപ്രണർഷിപ്പിൽ പല ബിസിനസ്സിൽ പൊട്ടിയിട്ടുണ്ടെങ്കിലും പിന്നെയും വീണ്ടും നമ്മൾ എല്ലാവരും നമുക്ക് പേഴ്സണലി പരിചയമുള്ള പലരെയും കാണാം,
അവരോട് എന്തെങ്കിലും ജോലിക്ക് പോകാൻ പറഞ്ഞില്ല, അടുത്തൊരു റിസ്ക് എടുക്കാൻ വീണ്ടും അവർ റെഡിയാണ്. അവർ ആ ഒരു എന്റർപ്രൈസിങ് ഇൻട്രസ്റ്റിന്റെ പുറത്ത്, സ്കില്ലിന്റെ പുറത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. അവരത് റിപ്പീറ്റ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കും. ഇങ്ങനെയുള്ളവർക്ക് പറ്റുന്ന കരിയർ ഓപ്ഷൻസ് എന്തൊക്കെയായിരിക്കാം? ഈ എന്റർപ്രൈസിങ് സ്കിൽ ഹൈ ആയിട്ടുള്ളവർക്ക് പറ്റുന്ന കരിയർ ഓപ്ഷൻസ് എന്തൊക്കെ? ഇൻഷുറൻസ് ഏജൻസ്. ഇൻഷുറൻസ് ഏജൻസ് നിർബന്ധമായിട്ട് ഒരു വേണ്ട ഒരു സ്കില്ല് തന്നെയാണ്. അവർക്ക് എന്റർപ്രൈസിങ് സ്കില്ലുള്ളവർക്ക് പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. ഇവർക്ക് പറ്റുന്ന ഓപ്ഷൻസ് ആണ് മാനേജ്മെന്റുമായി കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ മേഖലയും. പബ്ലിക് ഹെൽത്ത് മാനേജ്മെന്റ്, ഇപ്പോൾ ഇന്റഗ്രേറ്റഡ് MBA പോലുള്ള കോഴ്സുകൾ, അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ മാനേജ്മെന്റ്, റിയൽ എസ്റ്റേറ്റ് മാനേജ്മെന്റ്, ഓണ്ടർപ്രണർഷിപ്പ് മാനേജ്മെന്റ്, എക്സിക്യൂട്ടീവ് MBA പോലുള്ള മേഖലകളൊക്കെ ഇവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, മെഡിക്കൽ ഹോസ്പിറ്റലുമായി വർക്ക് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പോലുള്ള കോഴ്സുകൾ ഇവർക്ക് വളരെ ഇതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ എഞ്ചിനീയറിംഗ് മേഖലയിലാണെങ്കിൽ അതിന്റെ ഏത് മേഖലയിലാണോ ഇവർക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടം, അതോടൊപ്പം തന്നെ ഇവരുടെ സ്കില്ല് ഒരു മാനേജ്മെന്റ് ഓറിയന്റേഷനുമായി കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇവര് ശ്രദ്ധിക്കേണ്ട, ഈ മേഖലയിലുള്ള ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇവർക്ക് പറ്റുന്ന എൻട്രൻസ് IPM, CUT, CAT, CLAT പോലുള്ള, ഇത് കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്പീഡിൽ പോകുന്നത്. പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്റർപ്രൈസിംഗ് എന്നുള്ളത്. ഇവർക്ക് പറ്റുന്നതാണോ CS, കമ്പനി സെക്രട്ടറി, നിർബന്ധമായിട്ടും ഈ ഒരു സ്കിൽ അവർക്ക് ആവശ്യമാണ്. ഇങ്ങനെയുള്ള മേഖലയിലൂടെയാണ് ഒരു എന്റർപ്രൈസിംഗ് സ്കില്ലുള്ള ആൾക്കാരെ ചൂസ് ചെയ്യേണ്ട കോഴ്സ്. ദെൻ നെക്സ്റ്റ് കൺവെൻഷണൽ. നമ്മൾ ഓൾറെഡി ജസ്റ്റ് ബേസിക് ആയിട്ടൊന്ന് പറഞ്ഞിരുന്നു കൺവെൻഷണൽ എന്നുള്ളത്. കൺവെൻഷണൽ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ജോബ്സ് ആണ്. ഒരു ജോലി തന്നെ റിപ്പീറ്റ് ആയി ചെയ്യുക, അല്ലെങ്കിൽ സിസ്റ്റമാറ്റിക് ആയി ചെയ്യുക, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് കൺവെൻഷണൽ എന്നുള്ളത്. അവരുടെ സ്കിൽ എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ട് ജോബ് ചെയ്തുകൊണ്ടിരിക്കുക, ഓർഗനൈസേഷൻ എന്താ പറയുക, ഒരു കാര്യം വളരെ അറ്റൻറ്റീവ് ആയിട്ട് ശ്രദ്ധിച്ച് ചെയ്യേണ്ട ജോലി, അല്ലെങ്കിൽ വളരെ റിലയബിൾ ആയിട്ട് ശ്രദ്ധിച്ച് വളരെ എഫിഷ്യൻസിയോട് കൂടി ചെയ്യേണ്ട ഒരു ജോബ്സ് ആണ് ഇവരുടെ മെയിൻ ആയിട്ട് കൺവെൻഷണൽ ജോബ്സ് എന്ന് പറയുന്നത്. ഇവർക്ക് പറ്റുന്ന കരിയർ ഓപ്പർച്യൂണിറ്റി എന്തൊക്കെയായിരിക്കാം? ലോയേഴ്സ് ഇവർക്ക് പറ്റുന്ന ഒരു മേഖല തന്നെയാണ്. എംബ്രോയിഡറി ചെയ്യുന്ന ആൾക്കാരൊക്കെ, എംബ്രോയിഡറി ചെയ്യുന്ന ആൾക്കാർ, അവർക്ക് കുറച്ചുകൂടി ഒരു ആർട്ടിസ്റ്റിക് സ്കില്ല് ഹൈ ആയിട്ട് വേണം. പ്രൈമറി ജോബ് റോളിൽ അവരുടെ ക്രിയേറ്റിവിറ്റി ആണ്. സെക്കൻഡറി ഇതായിട്ടാണ് നമുക്ക് ശരിക്കും കൺവെൻഷണൽ വരുന്നത്. അവർക്ക് പറ്റുന്ന മേഖല തന്നെയാണത്. റിപ്പീറ്റഡ് ജോബ്സ്, ബാങ്കിങ് എൻട്രീസ്, അല്ലെങ്കിൽ നമ്മുടെ പ്രോട്ടോകോൾ ജോബ്സ് എന്ന് പറയും. ഇപ്പൊ ഈവൻ ഗവൺമെന്റ് ജോബ്സ് ഒക്കെ പ്രോട്ടോകോൾ ജോബ്സ് ആണ്. ഇതിലൊക്കെ CA പോലുള്ള മേഖലകൾ, ബാങ്കിങ് പോലുള്ള മേഖല, ടാക്സേഷൻ പോലുള്ള മേഖല, ഓഡിറ്റിംഗ്, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, കോഡിംഗ് പോലുള്ള മേഖലകൾ, ക്ലറിക്കൽ ജോബ്സ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ. ഓഫീസ് അഡ്മിനിസ്ട്രേഷനിൽ അവർക്കൊരു മാനേജ്മെന്റ് ഓറിയന്റേഷൻ കൂടി വേണ്ട. പ്രൈമറി ജോബ് റോൾ ശരിക്കും മാനേജ്മെന്റ് ആണ്, പക്ഷെ ഓഫീസ് അഡ്മിനിസ്ട്രേഷനിലും അതൊരു പ്രോട്ടോകോൾ ജോബ്സ് കൂടി ആയതുകൊണ്ട് രണ്ട് സ്കില്ലും അവർക്ക് ആവശ്യമാണ്. ഓക്കെ, ഇങ്ങനെയുള്ള മേഖലകളിൽ, അതായത് ഒരു ജോലി തന്നെ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുക, റിപ്പീറ്റ് ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഇവരുടെ കരിയറിന്റെ പ്രൈമറി ആക്ടിവിറ്റി. ഞാൻ ആദ്യം പറഞ്ഞ പോലെ LKG പഠിക്കുന്ന സ്റ്റുഡന്റിൽ പോലും ഈ സാധനങ്ങളൊക്കെ ഡിഫറെന്റ് ആയിട്ട് കാണാൻ പറ്റും. ആദ്യം ഞാൻ പറഞ്ഞ ടെക്നിക്കലിൽ പറഞ്ഞ പോലെ ഒരു 4 എഴുതിയിട്ട് പെൻസിൽ താഴെ ഇട്ട് ഒരു റിയലിസ്റ്റിക് സ്കില്ലാണ്. ചില കുട്ടികളെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, എഴുതാൻ പറഞ്ഞ പേപ്പറിന്റെ പല ഭാഗത്തായിട്ടായിരിക്കും അവർ എഴുതുക, കണ്ടിന്യൂസ് ആയിട്ട് എഴുതാറേ ഇല്ല. അല്ലെങ്കിൽ അവർ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടാവും, പക്ഷെ അത് ഒരേ വരിയായിട്ടായിരിക്കില്ല എഴുതുണ്ടാവുക. അവരുടെ ഉള്ളിൽ അതൊരു ആർട്ടിസ്റ്റിക് സ്കിൽ, അവരതൊരു ക്രിയേറ്റീവ് ആയിട്ടാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഈ വരിയായി എഴുതുന്ന, ലാസ്റ്റ് ഞാൻ പറയാൻ പോകുന്ന കൺവെൻഷണൽ ആയിട്ട് ചില കുട്ടികളുണ്ടായി എഴുതാൻ തുടങ്ങിയത് വരിയായിട്ട് അത് എഴുതി തീർന്നതിന് ശേഷം അവിടെ നിന്ന് എനിക്കുള്ളൂ. അവർ ശരിക്കും ഒരു കൺവെൻഷണൽ സ്കില്ലുള്ള ആൾക്കാരാണ്. അപ്പൊ ആ ഓരോ സ്റ്റുഡന്റിനും അവരുടെ ചെറുപ്പം തൊട്ടേ ഇത് കൃത്യമായിട്ട് നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. നമ്മളിത് ക്ലിയർ ആയിട്ട് അവരുടെ ലൈഫ് സ്കിൽ ആ ജേണി വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവരുടെ സ്കിൽ എന്താണ്, അവർ ഏത് ഇൻട്രസ്റ്റ് കണക്ട് ചെയ്തിട്ടാണ് പോകുന്നത്, അത് ബേസ് ചെയ്തിട്ട് അവരുടെ ഏത് കരിയറിലേക്ക് പോകാം എന്നുള്ളത് ശരിക്കും നമുക്ക് അനലൈസ് ചെയ്യാൻ സാധിക്കും. പക്ഷേ നമ്മുടെ ഒരു ജീവിതയാത്രയിലും നമ്മുടെ തിരക്കിലും ഒക്കെ നമുക്കത് എപ്പോഴും സാധിക്കാറില്ല. ഈവൻ ആസ് എ പാരന്റ് എനിക്ക് സാധിക്കാറില്ല. കരിയർ കൗൺസിലർ എന്നുള്ളതല്ല, പാരന്റ് ആവുമ്പോൾ അപ്പനാവുമ്പോൾ റോള് മാറുമല്ലോ, കരിയർ കൗൺസിലർ അല്ലല്ലോ മക്കളുടെ. അപ്പൊ എല്ലാവർക്കും അതൊരു ബുദ്ധിമുട്ടുണ്ടാവുന്ന സംഭവമാണ്. പക്ഷെ നമ്മളത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈവൻ ചെറുപ്പം തൊട്ട് ത്രൂ ഔട്ട് അവരുടെ ലൈഫിൽ ഇത് കാണാൻ സാധിക്കുന്നതാണ്. ഈ 6 ക്യാരക്ടറിലൂടെയാണ് മെയിൻ ആയിട്ട് കരിയർ അനലൈസ് ചെയ്യുന്നത്. ഇത് കൂടാതെ നമ്മൾ ജനറലി നമ്മൾ മനസ്സിലാക്കുന്ന ഒരു ഇതുകൂടിയുണ്ട്. ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ സ്ട്രെങ്ത് ആണ്. ഫിസിക്കൽ ആക്ടിവിറ്റി കൂടി നമ്മൾ എപ്പോഴും നോക്കാറുണ്ട്. ഫിസിക്കലി വളരെ എന്താ പറയുക, ബോഡി വളരെ ആക്റ്റീവായിട്ട് ഹാൻഡ്സ് ഓൺ വർക്ക് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഫിസിക്കലി നല്ല സ്ട്രോങ് ആയിട്ട് നല്ല ഫിസിക്കൽ സ്ട്രെങ്ത് ഉള്ള, എൻഡ്യൂറൻസ് ഉള്ള, ഫ്ലെക്സിബിലിറ്റി ഉള്ള ആൾക്കാർക്ക് പറ്റുന്ന കരിയർ ഓപ്പർച്യൂണിറ്റി കൂടെ നമ്മൾ ഇതിന്റെ കൂടെ പറഞ്ഞു കൊടുക്കാറുണ്ട്. അവർക്ക് പറ്റുന്ന മേഖലകൾ ഏതൊക്കെയായിരിക്കാം? Armed forces, defense, armed forces, sports management, sports science, physiotherapy, sports nutrition, sports event management, sports journalism തുടങ്ങിയ അഡ്വഞ്ചറസ് കോഴ്സുകൾ തുടങ്ങി ഇങ്ങനെയുള്ള മേഖലകളൊക്കെ നമ്മൾ ഇവർക്ക്
ഇവർക്ക് പറ്റുന്ന മേഖലയാണ്. ഈ സ്പോർട്സ് മാനേജ്മെന്റ്, സ്പോർട്സ് സയൻസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നതോടുകൂടെ ഞാൻ പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, പൊതുവെ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കുന്നത്, പ്രത്യേകിച്ച് ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ് ആവുമ്പോൾ നമ്മുടെ മക്കൾ സ്കൂളിൽ വളരെ സ്പോർട്സിൽ ആക്റ്റീവ് ആണെങ്കിൽ പൊതുവെ നമ്മളിവിടെ കണ്ടുവരുന്ന ഒരു ട്രെൻഡ് ഉണ്ട്. 9th ആയില്ലേ, ഇനി സ്പോർട്സ് നിർത്തിക്കോ, ഇനി പഠിത്തം ശ്രദ്ധിച്ചാൽ മതി. പൊതുവെ നമ്മൾ പറയുന്ന ഒരു രീതിയാണ്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടായിരിക്കാം? ദാറ്റ്സ് എ മേജർ റീസൺ. ഒരു മേജർ കോൺഫ്ലിക്റ്റ് ആണ് സ്റ്റഡീസും അവരുടെ ആക്ടിവിറ്റിയും ടൈം മാനേജ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥ വരുമ്പോഴാണ്. ബിക്കോസ് ഞാനിപ്പോ അത് എന്റെ കുട്ടിയോട് ഞാൻ അത് പറയണോ വേണ്ടയോ എന്നിങ്ങനെ ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ടൈമാണ് ഇത്. ഓക്കെ, ഗുഡ് ആൻസർ. ഒരു കാരണം അതാണ്. പക്ഷെ നമ്മൾ പറയുന്ന ഒരു ന്യായമുണ്ട്, വേറൊരു ന്യായം കൂടെ ഉണ്ട്. അതെന്താണെന്നറിയോ? ഈ സ്പോർട്സിൽ ആക്റ്റീവ് ആയിട്ടുള്ള കുട്ടികളോട് നമ്മൾ പറയുന്ന പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, പഠനത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുന്നതിനപ്പുറം നമ്മൾ വേറൊരു സാധനം കൂടെ പറയും. ജനറലി സ്റ്റഡീസ് ആർ മോർ ഇമ്പോർട്ടന്റ് ദാൻ സ്റ്റഡീസ് മോർ ഇമ്പോർട്ടന്റ് ആണ്. അത് ഡെഫിനറ്റ്ലി നമ്മൾ പറയും, അത് ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇമ്പോർട്ടന്റ് അല്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ നമ്മൾ പറയാറുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന അടുത്തൊരു ഡയലോഗ് ഇതായിരിക്കും. ഇപ്പൊ ക്രിക്കറ്റോ ഫുട്ബോളോ ആണ് അവർ ആക്റ്റീവായി നിൽക്കുന്നതെങ്കിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം ഇതാണ്, പ്രത്യേകിച്ച് ഗ്രോത്ത് ഒന്നും ഉണ്ടാവില്ല. യെസ്, ഗ്രോത്ത് ഉണ്ടാവില്ല. എത്ര പേർക്ക് കോഹ്ലി ആവാൻ പറ്റും, എത്ര പേർക്ക് രോഹിത് ശർമ്മ ആവാൻ പറ്റും, അല്ലെങ്കിൽ എത്ര പേർക്ക് മെസ്സി ആവാൻ പറ്റും, എത്ര പേർക്ക് റൊണാൾഡോ ആവാൻ പറ്റും. ഇതായിരിക്കും പ്രൈമറി നമ്മുടെ ചോദ്യം. സ്പോർട്സിൽ പോയി കഴിഞ്ഞാൽ കളിച്ചിട്ട് വരാന്നല്ലാതെ വേറെ ഗുണമൊന്നും ഇല്ലല്ലോ എന്നുള്ളൊരു ചോദ്യം പൊതുവെ നമ്മൾ കേൾക്കാറുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കാത്ത ഒരു കാര്യമാണ്, പൊതുവെ നമ്മൾ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. 10th റിസൾട്ട് എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇപ്പൊ എന്റെ മുമ്പിലിരിക്കുന്ന എല്ലാവരും ഏതെങ്കിലുമൊക്കെ കരിയറുമായി നിൽക്കുന്ന ആൾക്കാരാണ്. ഏത് കരിയറിലാണ് 10th സർട്ടിഫിക്കറ്റ് ചോദിച്ചിട്ടുള്ളത്? എവിടെയെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അഡ്മിഷൻ കിട്ടാൻ വേണ്ടി മാത്രം. ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്നതിന്റെ തുല്യമാണ്. +2 എന്ന സിനിമ കാണാനുള്ള ഒരു അവസരം മാത്രമാണ് 10th മാർക്കിന്റെ ബേസ് എന്ന് പറയുന്നത്. സത്യത്തിൽ ഇത് പറഞ്ഞാൽ പല പാരന്റ്സും സമ്മതിക്കില്ല, പക്ഷെ ജനറലി പച്ചയായ സത്യം ഇതാണ്. +2 അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞാൽ 10th മാർക്ക്, ഇപ്പൊ ഈവൻ നമ്മൾ വല്ല ഇതിൽ പോവുകയാണെങ്കിൽ, പോളിയിലൊക്കെ പോവുക, അല്ലെങ്കിൽ 10th ബേസ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും കോഴ്സിന് പോവുകയാണെങ്കിലാണ് 10th മാർക്ക് വീണ്ടും ചോദിക്കുള്ളൂ. ഇല്ലെങ്കിൽ ഡിഗ്രി അഡ്മിഷന്റെ സമയത്ത് ആരും 10th എത്ര മാർക്ക് ഉണ്ട് നോക്കിയിട്ടല്ല ഡിഗ്രിക്ക് അഡ്മിഷൻ തന്നത്, എഗെയിൻ +2 മാർക്ക് നോക്കിയിട്ടാണ്, അല്ലെങ്കിൽ എൻട്രൻസ് നോക്കിയിട്ടാണ്. ഇവിടെ ഞാൻ ഈ സ്പോർട്സുമായി കണക്ട് ചെയ്തിട്ടാണ് പറയുന്നത്. കേരളത്തിൽ മെയിൻ ആയിട്ട് 4 ടൈപ്പിലാണ് നമുക്ക് +2 ചെയ്യാൻ പറ്റുന്ന അവസരമുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് DHSC, ഡയറക്ടറേറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷന്റെ +2 സ്കൂൾ. നമ്മൾ നോർമലി കാണുന്ന +2 CBSE പോലുള്ള കാര്യങ്ങളൊക്കെ ഡയറക്ടറേറ്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷനുമായി കണക്റ്റഡ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് VHSC, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, കുറച്ചുകൂടെ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ട് കോഴ്സ് ചെയ്യുന്ന സ്ഥലമാണ്. തേർഡ് ഓപ്ഷൻ നമുക്ക് THSC ഉണ്ട്, ടെക്നിക്കൽ ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻസ് ഉണ്ട്. ഫോർത്ത് ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്, NIOS, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ. ഈ 4 ഓപ്ഷനിലൂടെയും നമുക്ക് +2 പാസ്സാവാം. ഞാൻ ആദ്യം പറഞ്ഞു, നമുക്ക് ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടാനുള്ള ഒരു സിനിമയ്ക്ക്, ഡിഗ്രി എന്ന സിനിമ കാണാനുള്ള ഒരു ടിക്കറ്റ് എടുക്കാനുള്ള സാധനമാണ് +2 മാർക്ക്. പക്ഷെ നമ്മുടെ പാരന്റ്സിന്റെ ഉള്ളിൽ ഒരു ചിന്താഗതി, DHSC, ഡയറക്ടർ ഓഫ് ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷന്റെ കീഴിൽ വരുന്ന +2 അഡ്മിഷൻ കിട്ടിയില്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ എന്തോ വലിയ തെറ്റാണെന്നുള്ളതാണ്. എനിക്ക് ഇന്ന് 2 ദിവസം മുമ്പ് എൻ്റെ മുമ്പിൽ വന്നൊരു പാരന്റിനോട് എനിക്ക് റെസ്പെക്ട് തോന്നി. അത് ആ പാരന്റിന്റെ മൂത്ത മോള് NIOS ആണ് പഠിച്ചത്. അവർ +2 സയൻസ് എത്ര വർക്ക്ഔട്ട് ആവുമെന്ന് തോന്നുന്നില്ല, അല്ല DHSC പഠിച്ചു വരാൻ അത്ര എളുപ്പമാവുമെന്ന് തോന്നുന്നില്ല എന്ന് ഫീൽ ചെയ്തപ്പോൾ അവര് NIOS വിട്ടു. അവര് NIOS വിടുന്ന സമയത്ത് അവർക്ക് ഇഷ്ടം പോലെ ടൈമാണ്. അവര് ചെയ്ത സാധനം ഇന്ത്യൻ ഡിസൈനിങ്ങിനുള്ള എൻട്രൻസിന് സെറ്റ് ചെയ്തു, ഇന്ത്യൻ ഡിസൈനിങ് ചെയ്തു. അപ്പോൾ അവർ വളരെ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്നു, ഇന്ത്യൻ ഡിസൈനിങ്ങിൽ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യുന്നു. ഇവിടെ തൃശ്ശൂരാണ് ഈ സംഭവം, തൃശ്ശൂർ ടൗണിൽ ഇപ്പോഴും വർക്ക് ചെയ്യുന്നുണ്ട് അവർ. അപ്പോൾ ഇങ്ങനെയും നമുക്ക് ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോഴും +2 സയൻസ്, ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഇത് 4 കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവരെ കൊണ്ട് തുമ്പിക്കയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന രീതിയിൽ അത് എടുപ്പിച്ച് അതിൻ്റെ ഒപ്പം എൻട്രൻസ് കോച്ചിങ് കൂടി ചെയ്തിട്ടാണ് നമ്മളൊരു സ്റ്റുഡൻറ്റിനെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുവിടുന്നത്. സത്യത്തിൽ നമ്മൾ നമ്മുടെ കരിയർ അനലൈസ് ചെയ്താൽ, ഇപ്പം ഞാൻ ആദ്യം സ്പോർട്സിലേക്ക് വന്നതിന് സ്പോർട്സ് ഒന്നും കൂടി പറഞ്ഞിട്ട് ഞാൻ ഇതിലേക്ക് വരാം. സ്പോർട്സിൽ നമ്മൾ കരിയർ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നമുക്കിപ്പോൾ കൊച്ചി ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഒരു കളി നടക്കുന്നത്, ഫോർ എക്സാമ്പിൾ ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുന്നത്, ഇന്ത്യ ഓസ്ട്രേലിയ ഒരു ക്രിക്കറ്റ് മാച്ച് നടക്കുകയാണ് എന്ന് വിചാരിക്കാം, ഫോർ എക്സാമ്പിൾ. അപ്പോൾ ആ ഒരു മാച്ച് നടക്കുന്ന സമയത്ത് ആ മാച്ചിലേക്ക് എത്ര പേരാണ് കളിക്കാനുള്ളത്? 2 ടീമിലും പ്ലേയിങ് 11-ൽ 11 പേരുണ്ടാവും, 4 പേര് വെച്ച് എക്സ്ട്രാ ഉണ്ടാവും.
ഒരു 30 ആള് കളിക്കാൻ ആ ഗ്രൗണ്ടിലുണ്ട്. പക്ഷെ ആ കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര കരിയർ ഓപ്പർച്യൂണിറ്റി അതിന് ചുറ്റുമുണ്ട്. അവിടെ ഫിസിയോതെറാപ്പി, സ്പോർട്സ് ഫിസിയോതെറാപ്പി അവിടെ ഉണ്ട്. ഈ കളിക്കാരുടെ 10 ഇരട്ടി ആൾക്കാർ അവിടെ ക്യാമറ വെച്ചുകൊണ്ട് ക്യാമറാമാനായിട്ട് ചുറ്റുമുണ്ട്. ഇത് റിപ്പോർട്ട് ചെയ്യാനായിട്ട് അതിനേക്കാൾ 10 ഇരട്ടി ആൾക്കാർ അവിടെ ഉണ്ട്. ഇത് അതിന്റെ മാനേജ്മെന്റുമായി കണക്ട് ചെയ്തുകൊണ്ട് അവിടെ ഇതിനേക്കാൾ കൂടുതൽ ആൾക്കാരുണ്ട്. അതിന്റെ ഇവന്റുമായി കണക്ട് ചെയ്തുകൊണ്ട് അതിനേക്കാൾ കൂടുതൽ ആൾക്കാർ അവിടെ ഉണ്ട്. അതിന്റെ ഫിസിയോതെറാപ്പി പോലുള്ള മേഖലയുമായി കണക്ട് ചെയ്തുകൊണ്ട്, സ്പോർട്സ് ന്യൂട്രീഷനുമായി കണക്ട് ചെയ്തുകൊണ്ട് അവിടെ ആൾക്കാരുണ്ട്. അല്ലെങ്കിൽ സ്പോർട്സുമായി കണക്ട് ചെയ്തിട്ടുള്ള ലോജിസ്റ്റിക്സുമായി കണക്ട് ചെയ്തുകൊണ്ട് അവിടെ ആൾക്കാരുണ്ട്. ഇതൊക്കെ അവർക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഇത്രയും ഓപ്പർച്യൂണിറ്റീസ് നമ്മുടെ മുമ്പിൽ ഉള്ളപ്പോൾ നമ്മൾ ഇതൊന്നും നോക്കാതെ നമ്മൾ സച്ചിനും കോഹ്ലിയും അല്ലെങ്കിൽ രോഹിത് ശർമ്മയും ആവാൻ പറ്റിയില്ലെങ്കിൽ നീ സ്പോർട്സിലേക്ക് പോകണ്ട എന്നുള്ളത് നമ്മൾ നേരത്തെ തീരുമാനിക്കും. ഇതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ പറയാം. നമുക്കൊരു ജേർണലിസം സ്കില്ലുള്ള ഒരു വ്യക്തിയാണ്. ജേർണലിസത്തിലേക്ക് നമ്മൾ പോകാൻ ആലോചിക്കുന്ന സമയത്ത് ജേർണലിസം നമ്മൾ സ്പോർട്സിൽ വളരെ ആക്റ്റീവായിട്ട് കളിച്ചുകൊണ്ട് നടന്ന ഒരാള് ജേർണലിസം എന്ന മേഖലയിലേക്ക് പോകുന്നു. ഒരു സ്പോർട്സ് ജേർണലിസം എടുക്കുന്നു. സ്പോർട്സ് ജേർണലിസം എടുത്ത് സ്പോർട്സ് ജേർണലിസത്തിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ അവനെ വിളിച്ചുവിടേണ്ട കാര്യമൊന്നുമില്ല. അല്ലെങ്കിൽ HR 7:30 റിപ്പോർട്ടിംഗ് ടൈം എന്നുണ്ടെങ്കിൽ 7 മണിയാകുമ്പോൾ അവനോട് എത്തും. മാച്ച് ലൈവായി കണ്ടുകൊണ്ട് അവനെ റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം എന്ന് പറയുന്നത്, ഇത്രയും ആക്റ്റീവായിട്ട് സ്പോർട്സിലുള്ള ഒരാൾക്ക് ലൈവായി കണ്ടുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ കിട്ടുമ്പോൾ അവൻ ഓട്ടോമാറ്റിക് ഇന്റേണലി അവന്റെ ഉള്ളിൽ നിന്നാണ് ഓരോ കാര്യങ്ങൾ എഴുതുന്നത്. അവൻ എഴുതുന്ന റിപ്പോർട്ട് വായിക്കുന്ന ഓഡിയൻസിന് കിട്ടുന്ന ഫീൽ എന്ന് പറഞ്ഞാൽ കളി ലൈവായി കണ്ട ഫീൽ ആയിരിക്കും. കാരണം അവൻ ജോലിക്ക് വേണ്ടിയിട്ടല്ല ആ പണിക്ക് പോയത്, അവന്റെ പാഷന്റെ പുറത്താണ് ആ പണി ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്പോർട്സിൽ ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ അവന്റെ അടുത്ത സ്കിൽ എന്താണെന്ന് അനലൈസ് ചെയ്ത് അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കരിയറിലേക്ക് അവന് പോകാൻ കഴിയുമോ എന്ന് നമ്മൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വ്യക്തി വർക്ക് ചെയ്യുമ്പോൾ അവൻ വർക്ക് ചെയ്യുന്ന വളരെ ആത്മാർത്ഥമായിട്ട് ഡെയിലി കാലത്തനുസരിച്ച് നമ്മൾ എല്ലാവരും ജോലിക്ക് പോകുന്നവരാണ്. എത്ര പേരുണ്ടാവും നമ്മൾ കാലത്ത് ഇന്നും ജോലിക്ക് പോകണ്ടേ എന്ന് ചിന്തിക്കുന്ന ഒരുപാട് പേര് നമ്മൾ കാണുന്നതല്ലേ. പക്ഷെ 7 മണിക്ക് ജോലിക്ക് 6:30 അവൻ അവിടെ എത്തണമെങ്കിൽ അവൻ ഈ സ്പോർട്സുമായിട്ട് ഇത്രയും റിലേറ്റഡ് ആയിരിക്കണം. അവൻ ഇഷ്ടപ്പെട്ട പ്ലെയേഴ്സിനെ അല്ലെങ്കിൽ അവനെ ഇഷ്ടപ്പെട്ട ചെറുപ്പത്തിൽ ചിന്തിച്ചിട്ടുള്ള കളി ലൈവായി കണ്ടുകൊണ്ട് അത് റിപ്പോർട്ട് ചെയ്യാനുള്ള അവസരം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനനുസരിച്ച് അവൻ നല്ല രീതിയിൽ പെർഫോം ചെയ്യും. അവൻ അറിയാതെ തന്നെ അവന് പ്രൊമോഷൻസ് അവൻ അറിയാതെ വരും, അപ്രീസിയേഷൻസ് വരും, സ്വാഭാവികമായിട്ട് ഹയർ പോസ്റ്റുകൾ കിട്ടും. നമ്മൾ ഒരു കരിയറിലേക്ക് പോകുമ്പോൾ ഈ രീതിയിലാണ് നമ്മൾ കരിയർ അനലൈസ് ചെയ്യുന്നത്. ഇങ്ങനെ കരിയർ അനലൈസ് ചെയ്താൽ കൃത്യമായിട്ട് ആദ്യം ഞാൻ പറഞ്ഞ 15% അൺഹാപ്പി എന്നതിൽ നിന്ന് 15% ഹാപ്പിയിൽ നിന്ന് 85% ഹാപ്പിയിലേക്ക് പോകണമെങ്കിൽ ഇതുപോലെ കരിയർ ചൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇത് എങ്ങനെയാണ് ഇത് അനലൈസ് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം നിർമ്മല മാം പറഞ്ഞിരുന്നു, ഒരു കരിയർ കൗൺസിലറെ കണ്ടുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഓൺലൈനായിട്ട് ഓഫ്ലൈനായിട്ട് അസസ്മെന്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്ക് ഒരുപാട് അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ കരിയർ ഓപ്ഷൻസ്, കരിയർ അനലൈസ് ചെയ്ത് നമ്മുടെ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ഇതിൽ ഏത് സ്കില്ലാണ് നിൽക്കുന്നതെന്ന് അനലൈസ് ചെയ്യാം. ഇങ്ങനെയുള്ള ആക്ടിവിറ്റിയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ റിയാസെക് ടൈപ്പ്, നമ്മുടെ ഇൻട്രസ്റ്റ് ഏതാണെന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. ആ ഇൻട്രസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള കരിയർ നമുക്ക് ചൂസ് ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, ഞാൻ 1-2 പിക്ചേഴ്സ് കൂടി കാണിക്കാം. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്നറിയാവോ? നമ്മുടെ പലരും വിദേശത്തേക്ക് ഓടി നടക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ നാട്ടിലുള്ള പല ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് ആർക്കും ഐഡിയ ഇല്ല എന്നുള്ളത് വലിയൊരു സത്യമാണ്. ഇതാണ് നമ്മുടെ ഫേമസ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി, JNU. ഇത് ഏതാണെന്നറിയോ? അലിഗർ യൂണിവേഴ്സിറ്റി അല്ല, ഇത് ഇന്ത്യൻ ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഡെറാഡൂൺ. ഇത് പ്രേമലു സിനിമ കണ്ടിട്ടുണ്ടോ? ആ സിനിമയിലെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. വെറുതെ തമാശകരമായിട്ട് രസകരമായിട്ട് പറയുന്ന ഒരു ഡയലോഗാണ്. എന്താണ് നിന്റെ എയിം എന്താണെന്ന് എനിക്കറിയാം, IIT റുർക്കിയുടെ മതിൽ ചാടി അതിന്റെ അകത്ത് കിടക്കുക എന്ന് പറയുന്ന ഈ IIT റുർക്കിയാണിത്. ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെയുള്ള 7 സ്റ്റാർ ഹോട്ടൽസിനെ വെല്ലുന്ന രീതിയിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമ്മുടെ ഇന്ത്യയിലുണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയോ? സിംബയോസിസ് പൂനെ, വളരെ ഫേമസ് ആയിട്ടുള്ള അടുത്തൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് അറിയോ? നമ്മൾ മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. ഐസർ, തിരുവനന്തപുരം ഐസർ ആണത്. ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ നാട്ടിലുള്ളപ്പോൾ നമ്മൾ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചൊന്നും ഒരു ഐഡിയയും ഇല്ലാതെ, ഇത് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് ജസ്റ്റ് വെറുതെ ഒന്ന് കാണിച്ചു എന്ന് മാത്രം, ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ കുറിച്ചൊന്നും ഒരു ഐഡിയ ഇല്ലാതെ നമ്മൾ പറയും ഇവിടെ ഒന്നുമില്ല, നമുക്ക് പുറത്തു പോയാലേ രക്ഷയുള്ളൂ എന്നുള്ളത്. പക്ഷെ നമ്മൾ ഒരു ചെറിയ റിക്വസ്റ്റ് ഉള്ളത്, വെക്കേഷൻ ടൈമിലൊക്കെ നമ്മളൊക്കെ പല സ്ഥലത്തേക്കും ടൂർ പോകുന്നുണ്ട്. മേജർ മെട്രോപൊളിറ്റൻ സിറ്റീസിലോ അല്ലെങ്കിൽ മേജർ സിറ്റീസിലൊക്കെ പോകുമ്പോൾ നമ്മുടെ മക്കളെ ഇതുപോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒന്ന് കാണിക്കാനുള്ള, അല്ലെങ്കിൽ ആ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒന്ന് വിസിറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കൂടി നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ അവർക്ക് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് നമ്മുടെ നാട്ടിലുണ്ട് എന്നും ഇങ്ങനെയുള്ള ഹയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കാനുള്ള ഒരു ഫീൽ, പല പാരന്റ്സ് നമ്മുടെ അടുത്ത് വരും പറയുന്നത് പഠിക്കണം താല്പര്യമേ ഇല്ല, അവൻ അറിയില്ല ഒന്നിനെ കുറിച്ചും. അവൻ ഈ നെറ്റിൽ കാണുന്ന സാധനമോ അല്ലെങ്കിൽ യൂട്യൂബിൽ കാണുന്ന സാധനം മാത്രം അറിയുന്ന ഒരാൾക്ക് ഇതിനപ്പുറത്തേക്ക് ചിന്തിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല.
ഇതുപോലെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഒന്ന് പോയി അതിന്റെ ഒരു ഫീല് കിട്ടിക്കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ ഓട്ടോമാറ്റിക് തോന്നും എനിക്കും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഒന്ന് പോയി പഠിക്കണമെന്ന് തോന്നും. ആ ഒരു ആക്ടിവിറ്റി നമ്മളൊന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്താൽ നമ്മൾ ഒരു മോട്ടിവേഷനും കൊടുക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷണൽ ട്രെയിനറുടെ അടുത്തും പോകേണ്ട കാര്യമില്ല. അവരുടെ ഉള്ളിൽ ഒരു ഇന്റേണൽ മോട്ടിവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ഒന്ന്. ഈ ടൂർ പോകുന്ന സമയത്ത് പാരലലി നമുക്ക് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് കയറി വിസിറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. അവിടുത്തെ അപ്രൂവൽ എടുത്തുകൊണ്ട് നമുക്ക് ഈ പല ഇൻസ്റ്റിറ്റ്യൂട്ടും വിസിറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ പോയി കഴിയുമ്പോൾ അവരുടെ ഉള്ളിൽ എനിക്കും ഇങ്ങനത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി പഠിക്കണം എന്നുള്ള തോന്നലുണ്ടാവും. സ്വാഭാവികമായിട്ട് നമ്മൾ പഠിക്കണം എന്ന് പറയേണ്ട കാര്യമില്ല, അവർക്കത് മാറും. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ സ്പോർട്സ് ജേർണലിസം ചെയ്യുന്നവനെ നമ്മൾ ഉന്തിത്തള്ളി വരേണ്ട കാര്യമൊന്നുമില്ല. അവൻ സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അവൻ പോകുന്നത് പോലെ ഇതുപോലെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കണമെങ്കിൽ മാർക്ക് കിട്ടണം. അപ്പൊ സ്വാഭാവികമായിട്ട് ആ മാർക്ക് മേടിക്കാനുള്ള കാര്യം അവൻ ചെയ്തോളും. ഇതുപോലുള്ള കരിയറിലേക്ക് പോകണം തീരുമാനിക്കുമ്പോൾ അവൻ ചെയ്തോളും. അപ്പൊ ആ ഒരു വഴി കൃത്യമായി കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ആസ് എ പാരന്റ് നമ്മുടെ ഉത്തരവാദിത്വം. കഴിഞ്ഞ 1 മണിക്കൂറോളം നേരം ഇത്രയും കാര്യങ്ങൾ, കുറച്ച് കരിയറിന്റെ കുറച്ച് ബേസിക് കാര്യങ്ങൾ എനിക്ക് ഡിസ്കസ് ചെയ്യാൻ സാധിച്ചു എന്ന് തോന്നുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു ഇൻപുട്ട് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നീ എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം ഈ കരിയറിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 1-to-1 സാധനമാണ്. ഡിസ്കഷനിലേക്ക് പോയാൽ എത്രമാത്രം തരുന്നറിയില്ല. എന്നാലും ബേസിക്കായി ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാം. Thank you, sir. I have shared a feedback link in the chat. Please fill up your valuable feedbacks. You can take up 1 or 2 questions or feedbacks. Sir, ഒരു പാർട്ടിസിപ്പന്റ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ആളുടെ കുട്ടി +1 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കിടെക്ട് ആവാൻ ആൾക്ക് ആഗ്രഹമുണ്ട്. അപ്പൊ അതിന്റെ ഒരു എങ്ങനെ ആൾക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നു അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. അഗെയിൻ പൊതുവെ ഈ ഒരു സെഷൻ കഴിഞ്ഞിട്ട് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ പൊതുവെ ഞാൻ സെഷൻ കഴിഞ്ഞിട്ടില്ല, പൊതുവെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ കുട്ടിയുടെ സ്കിൽ ഇത്രയും നേരം നമ്മൾ പറഞ്ഞ സാധനമാണ്. ഇൻട്രസ്റ്റ് അനലൈസ് ചെയ്തിട്ട് ആൾക്കൊരു ആർട്ടിസ്റ്റിക് സ്കില്ലുണ്ട്. ഒരു കാര്യം ഞാൻ നിന്നോട് പറയാൻ വിട്ടുപോയി. ഈ 7 ക്യാരക്ടേഴ്സ് നമ്മൾ നോക്കിയെങ്കിലും ഒരു ക്യാരക്ടർ എലോൺ അല്ല നമ്മൾ കരിയർ ചൂസ് ചെയ്യുക. നമ്മൾ ടോപ്പ് 3 ക്യാരക്ടേഴ്സ് നോക്കിയിട്ട് അതിന്റെ ആവറേജ് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ കരിയർ ചൂസ് ചെയ്യുന്നത്. ഒരു ആർട്ടിസ്റ്റിക് സ്കിൽ മാത്രം നോക്കിയിട്ടായിരിക്കില്ല, ആർട്ടിസ്റ്റിക് ഇൻട്രസ്റ്റ് മാത്രം നോക്കിയിട്ടായിരിക്കില്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ആർക്കിടെക്ടിന് തന്നെ പറയാം, അവർക്ക് റിയലിസ്റ്റിക് സ്കിൽ ഉണ്ടായിരിക്കണം, ആർട്ടിസ്റ്റിക് സ്കിൽ ഉണ്ടായിരിക്കണം, ഇൻവെസ്റ്റിഗേറ്റീവ് സ്കിൽ ഉണ്ടായിരിക്കണം. ഈ 3 സ്കില്ല് കൂടെ വന്നാൽ ഇവരുടെ പ്രൈമറി 3 ഇൻട്രസ്റ്റ് കൂടെ അനലൈസ് ചെയ്താലാണ് അവർക്ക് പ്രൈമറി ആക്ടിവിറ്റിയിൽ ഒരു ക്രിയേറ്റിവിറ്റി ഉണ്ടാവും. ഒരു ആർക്കിടെക്ടിന്റെ പ്രൈമറി ജോബ് റോളിൽ പെർഫോം ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ക്രിയേറ്റിവിറ്റി വേണം. ഒരു ഇപ്പൊ എവിടെയാണോ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യാൻ പോകുന്നത് ആ ഒരു മേഖലയിലുള്ള കാര്യങ്ങളെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് സ്കിൽ അവിടെ ഉണ്ടാവണം. അതിന് സപ്പോർട്ടീവായിട്ട് അത് ചെയ്യണമെങ്കിൽ ടെക്നിക്കൽ ആക്ടിവിറ്റി കൂടി ഇൻവോൾവ് ആണ്. ഇത് 3 കൂടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ആർക്കിടെക്ചർ എന്നുള്ള കരിയറിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അവിടെ നമുക്ക് നാറ്റ എഴുതിയിട്ട് നമുക്ക് നാറ്റ എന്നുള്ള എൻട്രൻസ് എഴുതി നമുക്ക് അതിലേക്ക് കയറാൻ സാധിക്കും. ഓക്കെ, ഇനി ഇതിന്റെ ഡീറ്റെയിൽ അറിയണമെങ്കിൽ എൻ്റെ നമ്പർ ഇതാണ്. കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് 1-to-1 ചെയ്യേണ്ട കേസാണ്. ഇൻഡെപ്ത് ആയിട്ട് പോകുമ്പോൾ. താങ്ക് യു. ഒരു കുട്ടിക്ക് ഏത് ഏജിലായിരിക്കും ഇതിനെ പറ്റി, ബിക്കോസ് ഒരു 10th-ഓ 12th-ഓ അല്ലാതെ അതിന്റെ ഒരു പ്രയർ സ്റ്റേജിൽ തന്നെ നമുക്ക് ഇതിനെ അനലൈസ് ചെയ്യാൻ പറ്റുമോ? ഗുഡ് ക്വസ്റ്റ്യൻ. നമുക്ക് പൊതുവെ കരിയർ അനാലിസിസ് ചെയ്യുമ്പോൾ 2nd സ്റ്റാൻഡേർഡ് തൊട്ട് നമ്മൾ കരിയർ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ 2nd തൊട്ട് 7th വരെ നമ്മൾ ചെയ്യുന്നത് അവരുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് മാത്രം അനലൈസ് ചെയ്യാനാണ്. അവരുടെ കരിയർ ആപ്റ്റിറ്റ്യൂഡിലേക്ക് കരിയർ അനാലിസിസിന് നമുക്കൊരു 8th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സേ പറ്റുള്ളൂ. ഇപ്പൊ നമ്മൾ CBSE ICSE സ്കൂളുകളിൽ ശ്രദ്ധിച്ചാൽ അറിയാം, അവിടെ നിന്ന് ഒരു ലിസ്റ്റ് തന്നുവിടും ഒരു ഏതൊക്കെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിലാണ് പങ്കെടുക്കേണ്ടത് എന്നുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ വർഷം പാലക്കാട് ലയൺസ് സ്കൂളിൽ അവിടുത്തെ ഒരു PTA മീറ്റിംഗിൽ ഒരു ചെറിയ പാരന്റ് പറഞ്ഞൊരു സജഷൻ ഇതാണ്. സ്കൂളിൽ നിന്ന് അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺസ് നമ്മളൊരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ ഇയർ അവിടെ നിന്ന് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, നമുക്ക് വേറൊരു ആക്ടിവിറ്റിയിലേക്ക് മാറാൻ പറ്റില്ല. പാരന്റ് പറഞ്ഞൊരു പ്രശ്നം ഇതായിരുന്നു, നമുക്ക് സ്കൂളിൽ നിന്ന് ഒരു ലിസ്റ്റ് തന്നു വിട്ടു, ഈ ലിസ്റ്റിൽ ഏതെങ്കിലും 2 ടിക്ക് ചെയ്യാനുള്ള അവസരമാണ് തന്നത്. ഈ ലിസ്റ്റിലെ കാര്യം എൻ്റെ മകന് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് മകനും അറിയില്ല, എനിക്കും അറിയില്ല, ടീച്ചേഴ്സിനും അറിയില്ല. പിന്നെ ഞാൻ എങ്ങനെ ഇത് ജോയിൻ ചെയ്തിട്ട് 1 മാസം കഴിഞ്ഞപ്പോൾ അവന് പറ്റണില്ല എന്ന് പറയുമ്പോൾ മാറ്റാൻ പറ്റാത്തൊരു സാഹചര്യം എന്തുകൊണ്ടാണ് ചോദിച്ചു. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമുക്ക് അനലൈസ് ചെയ്യാനാണ് അവരുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് ബേസ് ചെയ്തിട്ട് 2nd സ്റ്റാൻഡേർഡ് തൊട്ട് 7th സ്റ്റാൻഡേർഡ് വരെ മൾട്ടിപ്പിൾ ഇന്റലിജൻസ് അനലൈസ് ചെയ്ത് ഇങ്ങനെയുള്ള കാര്യം എന്ത് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആക്കണമെന്ന് നമുക്ക് അറിയാൻ പറ്റും.
8th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് നമുക്ക് അവരുടെ കരിയറിനെ കുറിച്ചൊരു ഡീറ്റെയിലിംഗ് കൊടുക്കാൻ കഴിയും. കരിയർ അനാലിസിസ് 8th സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് ചെയ്യാൻ പറ്റും. നമ്മളിവിടെ 8th സ്റ്റാൻഡേർഡ് തൊട്ട് പ്രൊഫഷണൽസിന് വരെ നമ്മളിവിടെ ചെയ്തു പോകുന്നുണ്ട്. ഓക്കെ, ഫീഡ്ബാക്ക് സെഷൻ്റെ എന്തെങ്കിലും തരാൻ പറ്റാൻ വെച്ചാൽ നന്നായിരിക്കും. Good job, Jobin sir. But this is നമുക്ക് ഇത്ര ഷോർട്ട് ടൈമിൽ ഇത്ര ഒരു ഹെവി കോണ്ടന്റ് കൊടുക്കുന്നത് പോരാ. We need more time. Definitely. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഈ ഒരു സെഷന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് 1-to-1 ശരിക്കും ഡിസ്കസ് ചെയ്ത് പോകേണ്ട വരും. ഇത് കാരണം ഒരു ജനറൽ പാറ്റേണിൽ നമുക്ക് ഇന്നാൾക്ക് ഇന്നത് പറ്റുമെന്ന് പറയാൻ പറ്റുന്ന ഒരു സംഭവമേ അല്ല കരിയർ എന്ന് പറയുന്നത്. പേഴ്സണലൈസ്ഡ് സാധനമാണ്. പക്ഷെ ഒരു എങ്ങനെ നമുക്ക് കരിയർ ചൂസ് ചെയ്യാം എന്നുള്ള ഒരു ഔട്ട്ലൈൻ കിട്ടുക എന്ന് മാത്രമാണ് ഞാൻ ഈ 1 hour നമുക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഇപ്പൊ എങ്ങനെ നമ്മൾ കരിയർ ചൂസ് ചെയ്യണം എന്നുള്ളത് നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കാര്യം മാത്രമാണ്. ഡെഫിനറ്റ്ലി ഒരു 1-to-1 കേസിൽ വരുമ്പോൾ അവർക്ക് ഇത് പോരാ എന്നുള്ളത് വാസ്തവം തന്നെയാണ്. Invite Vandana to provide a feedback. Vandana. നല്ല ക്ലാസ് ആയിരുന്നു. നമുക്ക് കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. അത് നിർമ്മല മാം പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. പക്ഷെ അതിന്റെ ഉള്ളിൽ നമുക്ക് ഇപ്പൊ കൂടുതലും കാണുന്നത് പാരന്റ്സിന്റെ ഒരു കോമ്പറ്റീഷൻ മൈൻഡ് ആണല്ലോ. അതല്ലാതെ കുട്ടികളുടെ സ്കിൽ എന്താന്ന് മനസ്സിലാക്കി ഒരു കരിയർ ഓപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും നമ്മൾ അവർക്ക് കൊടുക്കേണ്ട ഏറ്റവും വലിയൊരു എന്താ പറയാ ഒരു കോൺട്രിബ്യൂഷൻ. നമ്മൾ ആസ് എ പാരന്റ്സ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു കോൺട്രിബ്യൂഷൻ അതാണ്. അത് സർ ശരിക്കും കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് അവരെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാം, അവരുടെ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരെ എങ്ങനെ കണ്ടുപിടിക്കാം, അവരുടെ ആ ഒരു നേച്ചർ വെച്ച്. ഇപ്പം എൻ്റെ മോളൊക്കെ ആ ഒരു രീതിയിലാണ് എഴുതുമ്പം പേപ്പറിന്റെ പല സ്ഥലത്തും കൊണ്ടുപോയി എഴുതുന്ന ഒരാളാണ്. അപ്പൊ ഇതൊക്കെ ശരിക്കും ഇതിന്റെ ഒരു ഭാഗമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് സാറിന്റെ ക്ലാസ് കൊണ്ടാണ്. താങ്ക് യു ജോബിൻ സർ ഫോർ എ വണ്ടർഫുൾ സെഷൻ ആയിരുന്നു. സോ താങ്ക് യു വെരി മച്ച്. Thank you, Vandana. Padma madam, can you provide a feedback? ആക്ച്വലി ഇതൊരു വെരി ഇൻഫോർമേറ്റീവ് ആയിരുന്നു. ഈ പറഞ്ഞ പോലെ ടൈം ഷോർട്ട് ആയിരുന്നെങ്കിൽ പോലും നമുക്കൊരു ഇൻഡെപ്ത് ആയിട്ടൊരു ഇതിനെപ്പറ്റി ഒരു CS അതിനൊക്കെ ഒരു ഡിഫറൻസ് ഉണ്ട്. അല്ലെങ്കിൽ ഒരു ഏത് ഏജിൽ കുട്ടിക്ക് തുടങ്ങാം. ബിക്കോസ് ഇതൊരു കുട്ടികളുടെ കോൺഫ്ലിക്റ്റ് മാത്രമല്ല, ഒരു അഡോൾസൻസിലേക്ക് എത്തണ ഒരു പേരൻസിന്റെയും കൂടി ഒരു കോൺഫ്ലിക്റ്റ് സ്റ്റേജ് ആണത്. അതിനെ വളരെ ഒരു സ്ട്രെസ്ഫുൾ അല്ലാത്ത ഒരു ട്രെയിനിങ് സെക്ഷനിലൂടെ നമുക്കത് ഇരിക്കാൻ തോന്നുമായിരുന്നു. ബിക്കോസ് ആ ഒരു 1 hour ആ വീഡിയോയിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് ഇരിക്കാം, അല്ലെങ്കിൽ നമുക്കൊരു ഫ്രീ ഇന്ററാക്ഷൻ നമുക്ക് തരാൻ പറ്റി. ബിക്കോസ് ആ ഒരു കംഫർട്ട് സോണിലൂടെ നമ്മളെ അത് ആ ഒരു ടോപ്പിക് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റി എന്നുള്ളത് വളരെയാണ്. പിന്നെ നിർമ്മല മാം പറഞ്ഞ പോലെ ഇനിയും വേണം എന്ന് തോന്നുന്ന ഒരു സെക്ഷൻ, മീൻസ് ഇനിയും ഒരു ഡ്യൂറേഷൻ ഇത്രയും കൂടി കൂടിയാൽ നന്നായിരുന്നു എന്ന് തോന്നുന്ന ഒരു സെഷൻ ആയിരുന്നു അത്. ബിക്കോസ് ഇതിപ്പോ നമ്മളും ഏത് കോളേജിലായാലും സ്കൂളിലായാലും ഒരു 8th സ്റ്റാൻഡേർഡിലുള്ള കുട്ടിക്കായാലും ടീച്ചേഴ്സിനായാലും ആർക്കും ഒരു ഇൻഫോർമേഷൻ ആയിരുന്നു. ഒരു ഇൻഫോർമേറ്റീവ് ആണ്. അതൊരു ത്രെഡ് ആയിരുന്നു. എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. സർ ഇത്രയും കൂടി ഒരു ടൈം ഡ്യൂറേഷൻ കിട്ടിയിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊരു ക്ലോസിംഗ് സ്റ്റേജിൽ തോന്നിപ്പിക്കുന്ന ഒരു സെഷൻ ആയിരുന്നു. വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു സർ. Thank you, madam. So what an insightful and inspiring session. JC Jobin Kuriakose has truly given us a fresh perspective on career reinvention in this ever-evolving world. His expertise and practical insights have equipped us with valuable tools to rethink, reskill, and restart when needed. Career 2.0 is not just a concept, it's a mindset we must embrace. On behalf of JCA Tripura, we extend our heartfelt gratitude to Jobin sir for sharing his knowledge with us today. Now, to formally express our appreciation, let me invite JC Savit Velil for the vote of thanks. Good afternoon all. On behalf of JCA Tripura, I extend our gratitude. Gratitude esteemed Speaker Jobin Kuriakose for his inspiring session on Career 2.0. Reinvest yourself for the new age. A special thanks to our Skills Sprint team 2025, JC Krishna PS, Secretary JC Abhishek, JC Ankit, and VP Training JC Sitesh on their effort in the making of successful event. We also appreciate all attendees for your active participation. Let's keep learning and growing through Skills Sprint 2025. Thank you. So the learning never stops. See you next week for the next sprint. Thank you. Thank you. Bye-bye. Thank you once again. Thank you so much, sir. Right time. Thank you.